ക്ലാസ്സുകൾ നാളെ ഒരു ക്ലാസ് വെച്ചിട്ടുണ്ട്, 4-ാം തീയതി ഉണ്ട്. നിങ്ങൾ എല്ലാവരും ഈ ഓരോ ദിവസവും ഈ വാട്സാപ്പിൽ നമ്മൾ കോമൺ ആയിട്ട് മെസ്സേജ് ഇടുന്നുണ്ട് ഗ്രൂപ്പുകളിൽ. അത് നിങ്ങൾ നോക്കണം. കാര്യം ഓരോരുത്തരെയും നമുക്ക് കണ്ടുപിടിച്ച് അറിയിക്കാൻ നമുക്ക് പ്രായോഗികമായ ബുദ്ധിമുട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ അതിനകത്തൊന്ന് സഹകരിക്കണം എന്ന് ഈ അവസരത്തിൽ ഞാൻ പറഞ്ഞുകൊണ്ട് എൻ്റെ ചടങ്ങിലേക്ക്, എൻ്റെ കർത്തവ്യത്തിലേക്ക് ഞാൻ കിടക്കുകയാണ്. അതിനകത്ത് അധ്യക്ഷനെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമല്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. പ്രൊഫസർ വി കെ ദാമോദരൻ സാറ്, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഈ പ്രോജക്റ്റ് CSR പ്രോജക്റ്റ് IRUമായി ചേർന്ന് നമ്മൾ നടന്നു വരുന്നത്. ഇത്രയും കൂടുതൽ ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും അറിയപ്പെടുന്ന ശാസ്ത്രജ്ഞന്മാരെയും വിദഗ്ധന്മാരെയൊക്കെ ഈ ക്ലാസ്സുകളിൽ പങ്കെടുപ്പിക്കുന്നത് അദ്ദേഹത്തിന്റെ പ്രത്യേക താല്പര്യം കൊണ്ടും അദ്ദേഹമായിട്ടുള്ള ബന്ധം കൊണ്ടും മാത്രമാണ്. അത് നിസ്സാരമായിട്ട് നിങ്ങൾ കാണരുത്. കാര്യം നിങ്ങൾക്ക് ഇത്രയും കൂടുതൽ ഇൻഫർമേഷൻ ഒരു രംഗത്തു നിന്നും കിട്ടില്ല. കാരണം ഈ ഒരു IRE പിന്നെ ഗ്രീൻ എനർജി ഫോറത്തിന്റെ കാർബൺ ന്യൂട്രാലിറ്റി ലൈഫ് സ്റ്റൈൽ പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ പ്രോജക്റ്റ്. വേറെ എങ്ങും നിങ്ങൾക്ക് ഇത്രയും ഇൻഫർമേഷൻ കിട്ടത്തില്ല. അത് നിങ്ങൾ ദയവായിട്ട് നിങ്ങൾ ഈ മീറ്റിങ്ങിലൊക്കെ പങ്കെടുക്കുക. എന്തെങ്കിലും കാരണവശാൽ പങ്കെടുക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ അത് യൂട്യൂബ് ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാവുന്നതാണ്. അപ്പോൾ ദാമോദരൻ സാറ് പിന്നെ അദ്ദേഹത്തിന്റെ മനസ്സിൽ വളരെ നാളുകളായിട്ട് ആലോചിച്ചുറപ്പിച്ച ഒരു പദ്ധതിയാണ് ഇതിനകത്ത്. നമുക്കറിയാം, ഇന്ന് ലോകം മൊത്തം ആഗോളതാപനം ഉൾപ്പെടെയുള്ള ഒരുപാട് വിഷയങ്ങളിൽ ഉൾപ്പെട്ടിരിക്കുകയാണ്. ഇത് ഭാവി തലമുറയെ ഇതിനെക്കുറിച്ച് ബോധവൽക്കരിക്കാനും അവരുടെ ഇടയിൽ ഒരു ഇന്നൊവേഷൻ പിന്നെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. അദ്ദേഹത്തെ എനർജി മാനേജ്മെന്റ് ഡയറക്ടറാണ്. ഒരുപാട് മേഖലയിൽ പ്രത്യേകിച്ച് ദേശീയ തലത്തിൽ UN തലത്തിലൊക്കെ 10-15 വർഷത്തിൽ കൂടുതൽ അദ്ദേഹം ഇതിനകത്ത് വർക്ക് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തെ ഞാൻ എല്ലാവർക്കും വേണ്ടി സ്വാഗതം ചെയ്യും. അടുത്തത് ഇന്നത്തെ വിശിഷ്ട അതിഥി ഡോക്ടർ അലക്സ് ജെയിംസ് സാറാണ്. അദ്ദേഹം കേരളത്തിലെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുടെ ഡീൻ അക്കാഡമിക്കാണ്. ഞാൻ മനസ്സിലാക്കുന്നത്, അദ്ദേഹത്തെ നേരിട്ട് എനിക്ക് അറിയില്ലെങ്കിൽ പോലും ലോകത്ത് നിന്ന് അറിയപ്പെടുന്ന 100 സയന്റിസ്റ്റുകളിൽ ഒരാളായിട്ട് പരിഗണിക്കപ്പെടുന്ന ആണ് അദ്ദേഹം. അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ പിന്നെ ഇൻട്രൊഡക്ഷനിൽ ദാമോദരൻ സാറ് നിങ്ങളടുത്ത് പറയും. പിന്നെ ഇതിനകത്ത് ഈ മീറ്റിങ്ങിൽ നമ്മൾ ഇതിന്റെ കോർഡിനേറ്റേഴ്സ്, കൊല്ലത്തെ കോർഡിനേറ്റ് ചെയ്യുന്ന ഡോക്ടർ അനിത ശങ്കർ, അതുപോലെ തന്നെ ആലപ്പുഴ ജില്ല കോർഡിനേറ്റ് ചെയ്യുന്ന മധുകൃഷ്ണൻ ഉൾപ്പെടെയുള്ള ഒരുപാട് ആൾക്കാർ പങ്കെടുക്കുന്നുണ്ട്. ഞാൻ വ്യക്തിപരമായിട്ട് ആരുടെയും പേരെടുത്ത് പറയുന്നില്ല. അവർക്കും എൻ്റെ ടീച്ചേഴ്സിനും അധ്യാപകർക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ. ഓക്കെ, അപ്പോൾ അടുത്തതായിട്ട് എൻ്റെ ജോലി നമ്മുടെ സ്പീക്കറെ പരിചയപ്പെടുത്തുക. അതിനും പുറമെ ഇന്ന് ദേശീയ ശാസ്ത്ര ദിനമായതുകൊണ്ട് അതിനെക്കുറിച്ച് 2 വാക്ക് നിങ്ങളോട് പറയുക എന്നുള്ളതാണ്. നേരത്തെ ഡോക്ടർ രത്നകുമാർ പറഞ്ഞു, ഇത് യാദൃശ്ചികമായി ശാസ്ത്രദിനത്തിൽ ഇത് വന്നതാണെന്ന്. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. ഡോക്ടർ അലക്സ് ജെയിംസിനെ ഞാൻ ക്ഷണിക്കുന്നത് തന്നെ 28-ാം തീയതി ദേശീയ ശാസ്ത്ര ദിനമായ ദിവസത്തിൽ താങ്കളെ പോലെയുള്ള ഒരാൾക്ക് ഞങ്ങളുടെ ഈ പരിപാടിയിൽ വന്ന് നമ്മുടെ വിദ്യാർത്ഥികളോടും മെൻ്റർ ടീച്ചേഴ്സിനോടും സംസാരിക്കാൻ പറ്റുമോ? കാരണം അദ്ദേഹത്തിന് ഇൻ്റർനാഷണൽ തലത്തിൽ തന്നെ ഒട്ടേറെ എൻഗേജ്മെൻറ്റ്സ് ഉള്ളതാണ്. ഇന്ന് തിരുവനന്തപുരത്താണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഇന്ന് വൈകുന്നേരം ബാംഗ്ലൂരായിരിക്കും. 2 ദിവസം കഴിഞ്ഞ് നോക്കുമ്പോൾ അദ്ദേഹം അമേരിക്കയിൽ നിന്നോ മറ്റെവിടെന്നെങ്കിലൊക്കെ ആയിരിക്കും ഇങ്ങോട്ട് ബന്ധപ്പെടുന്നത്. അങ്ങനെയുള്ള ഒരാളാണ്. ഏതായാലും അദ്ദേഹം ഈ ദിവസം ഇതിനായി തന്നെ നീക്കിവെക്കുകയും ഇന്ന് രാവിലെ ഞാൻ ഓർമ്മിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹം ഒരു മീറ്റിങ്ങിൻ്റെ അകത്തായിരുന്നു. അത് കഴിഞ്ഞ് തൊട്ട് തന്നെ ഞാനും ഒരു മീറ്റിങ്ങിലേക്ക് കയറേണ്ടുന്ന അവസ്ഥയിലായിരുന്നു. അപ്പോൾ അദ്ദേഹം ഒരു മെസ്സേജ് കൊടുത്തു. അദ്ദേഹം മീറ്റിങ്ങിൽ നിന്ന് എനിക്ക് അയച്ച റിപ്ലൈ മെസ്സേജ് വളരെ ഹ്രസ്വമായിട്ടുള്ള പറഞ്ഞത് എനിക്ക് കാര്യം ഓർമ്മയുണ്ട്, ശ്രദ്ധയിൽ ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അത്രയധികം താല്പര്യമെടുത്ത് ഈ പരിപാടിയിൽ വരുന്ന ആളെക്കുറിച്ച് 2 വാക്ക് പറയണം. അതിനു മുമ്പ് ഞാൻ ദേശീയ ശാസ്ത്ര ദിനത്തെ കൂടി ഒന്ന് പറയട്ടെ. സത്യത്തിൽ 1984 ഇവിടുത്തെ ഇന്നിപ്പോൾ നിങ്ങൾ കേരള സ്റ്റേറ്റ് കൗൺസിൽ ഫോർ സയൻസ് ടെക്നോളജി ആൻഡ് എൻവയൺമെൻറ്റ് എന്ന പേരിൽ KCSCSTE എന്നുള്ള പേരിലാണ് നമ്മൾ അറിയപ്പെടുന്നത് ഈ സ്ഥാപനത്തെ. അത് 2002 കൗൺസിലായി നിലവിൽ വന്നത്. പക്ഷേ അതിനും 20 വർഷം മുമ്പ് 1972 ഇന്ത്യയിൽ ആദ്യമായി ഒരു അന്ന് പരിസ്ഥിതിയില്ല, ശാസ്ത്ര സാങ്കേതിക കമ്മിറ്റി
സ്റ്റേറ്റ് കമ്മിറ്റി ഉണ്ടാക്കി. അതിന് ഒരു ചെയർമാനെ, അന്ന് ഡോക്ടർ എ അബ്രഹാം ആയിരുന്നു ചെയർമാൻ. പക്ഷേ ആ കമ്മിറ്റി ആ കാലത്തൊക്കെ തന്നെ നമ്മളെ മലയാളികളായിട്ടുള്ള ദേശീയ തലത്തിലും പുറത്തും അറിയപ്പെടുന്ന മഹാരഥന്മാരായിട്ടുള്ള ശാസ്ത്രജ്ഞന്മാരെ അടക്കം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു കമ്മിറ്റിയായിരുന്നു. 1981 അതിനൊരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി സിസ്റ്റം, അതായത് മറ്റേ വലിയ കമ്മിറ്റി കൊല്ലത്തിൽ 2 തവണ മാത്രമേ കൂടുള്ളൂ. ചിലപ്പോൾ 2ഉം കൂടാൻ പറ്റിയെന്ന് വരില്ല, കൊല്ലത്തിൽ 1 തവണയെങ്കിലും കൂടും, അങ്ങനെയൊക്കെ ആയിരുന്നു. അത് 81 മുതൽക്ക് അത് ഈ കമ്മിറ്റിയിൽ നിന്നുള്ള 4-1 അംഗങ്ങളെ പ്രത്യേകമായ ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റിയായി രൂപീകരിച്ച് നമുക്ക് ആ കമ്മിറ്റി എല്ലാ മാസവും ഒരു ദിവസം നിശ്ചയമായിട്ടും യോഗം കൂടുന്ന ഒരു സംവിധാനമുണ്ടായിരുന്നു. അന്ന് ഡോക്ടർ KI വാസു എന്നുള്ള അദ്ദേഹമായിരുന്നു. അത് കൊച്ചിൻ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ആയിരുന്നു. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിലത്തെ മെറ്റലർജിയുടെ പ്രൊഫസറും വകുപ്പ് തലവനുമായിരുന്നു. ഒട്ടേറെ ഗവേഷണ അംഗീകാരങ്ങളൊക്കെ നേടിയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹമാണ് ഈ ചിട്ടയായിട്ടുള്ള പ്രവർത്തനങ്ങൾ തുടർച്ചയായിട്ട് ഇവിടെ തുടങ്ങിയത്. അത് കഴിഞ്ഞ് ആ കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം ഗവൺമെൻറ്റിൻ്റെ അംഗീകാരത്തോടുകൂടി 1984 ഫുൾ ടൈം പ്രവർത്തിക്കുന്ന ഒരു സെക്രട്ടേറിയറ്റ് നമ്മുടെ ഭരണസിരാ കേന്ദ്രത്തിൽ, നമ്മുടെ സെക്രട്ടേറിയറ്റിനകത്ത് ആരംഭിക്കുകയും അങ്ങനെ അന്ന് അതിൻ്റെ തുടക്കം മുതൽക്ക് തന്നെ ഞാൻ അതിലംഗമായിരുന്നു. അതിന് തൊട്ട് മുമ്പും ഈ സ്ഥാപനം ഉണ്ടാക്കാൻ വേണ്ടി, ഫുൾ ടൈം ഓഫീസ് ഉണ്ടാക്കാൻ വേണ്ടി പ്രത്യേകമായിട്ട് ഞാനന്ന് ഇപ്പോഴത്തെ NIT പഴയ കാലത്തുള്ള RECയിൽ നിന്ന് ഡെപ്യൂട്ടേഷനിൽ വന്ന് സെക്രട്ടേറിയറ്റിൽ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. ഈ 84 മുതൽക്കാണ് ഞങ്ങൾ കമ്മിറ്റി ആലോചിച്ച് ഒരു ശാസ്ത്ര ദിനം നമുക്ക് വേണം എന്ന് തീരുമാനിച്ചത്. അങ്ങനെ വളരെ ഭംഗിയായിട്ട് അത് നടത്തി. അന്ന് ആരുടെ പേരിലായിരിക്കണം ഇത് എന്നുള്ളത് നമ്മൾ ആലോചിച്ചപ്പോൾ ഡോക്ടർ CV രാമനേക്കാൾ വലിയ ഒരു ഐക്കൺ നമുക്ക് പറയാനില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ശാസ്ത്രത്തിൽ, ഗവേഷണത്തിൽ അദ്ദേഹം പുലർത്തിയിരുന്ന ഒരുപാട് പ്രത്യേകതകൾ, അതായത് വില കൂടിയ ഉപകരണങ്ങളൊന്നും ഇല്ലാതെ തന്നെ വലിയ വലിയ ഉന്നതമായിട്ടുള്ള ശാസ്ത്ര സത്യങ്ങൾ കണ്ടുപിടിക്കാനും ഒക്കെയുള്ള അദ്ദേഹത്തിൻ്റെ കഴിവ്, മറ്റ് ശാസ്ത്രജ്ഞന്മാരെ വളർത്തിക്കൊണ്ടുവരുവാനുള്ള അദ്ദേഹത്തിൻ്റെ സാമർഥ്യം, ഇതൊക്കെ തന്നെ വളരെ അറിയപ്പെട്ടിട്ടുള്ളതാണ്, എല്ലാവർക്കും അറിയാം. അദ്ദേഹം നോബൽ സമ്മാനം നേടുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിലാവാം എന്ന് വിചാരിച്ച് November 7 അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരു തീയതിയാണ്. അന്നായിരുന്നു നമ്മൾ നടത്തിക്കൊണ്ടിരുന്നത്. പിന്നീട് കേന്ദ്ര DST ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുകയും ദേശീയ തലത്തിൽ തന്നെ ഇങ്ങനെ ഒരെണ്ണം ആഘോഷിക്കണം എന്ന് വന്നപ്പോൾ November 7 അവർക്ക് കുറച്ച് അസൗകര്യം തോന്നി. എന്താണെന്ന് വെച്ചാൽ November 7 എന്ന ഡേറ്റ് റഷ്യൻ വിപ്ലവ ദിനവുമായിട്ട് ലിങ്ക് ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ആർക്കും ഉണ്ടാകണ്ട എന്നുള്ള നിലയ്ക്ക് മറ്റൊരു ദിനം കണ്ടെത്തിയാണ് February 28 അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗവേഷണ ഫലം കണ്ടുപിടിച്ച് അതിനെ ആദ്യമായിട്ട് അതിൻ്റെ ഒരു റിസൾട്ട് പ്രഖ്യാപിച്ച ദിവസം എന്നുള്ള രീതിയിൽ February 28 എടുത്തത്. പഴയ കാലത്ത് എല്ലാ കൊല്ലത്തെയും ബഡ്ജറ്റ് പാർലമെൻറ്റിൽ അവതരിപ്പിക്കുന്നത് 28-ാം തീയതി ആയതുകൊണ്ട് ഈ മാറ്റം കാരണം ഇതിന് മാധ്യമങ്ങളിൽ ഒരുപാട് പബ്ലിസിറ്റി കുറയൊക്കെ ഉണ്ടായി. എന്നിരുന്നാലും വളരെ ആവേശത്തോടു കൂടി ഇന്ത്യ ഒട്ടുക്കും നമ്മൾ ആഘോഷിക്കുന്ന ഒരു ദിനമാണ്. എന്ന് മാത്രമല്ല, ഈ അടുത്ത കാലത്തായിട്ട് ആഗോളാടിസ്ഥാനത്തിൽ മറ്റ് രാജ്യങ്ങളുടെ, വികസിത രാജ്യങ്ങളുടെ പോലും ഗവേഷണങ്ങളിൽ നിന്നും വ്യത്യസ്തമായി വളരെ പ്രത്യേകതകളുള്ള ഒട്ടേറെ കണ്ടുപിടുത്തങ്ങളും ഒട്ടേറെ പരിപാടികളും ഇന്ത്യക്ക് ഉണ്ട് എന്നുള്ളത് ഇന്ത്യയിലത്തെ ശാസ്ത്ര എസ്റ്റാബ്ലിഷ്മെൻറ്റിൻ്റെ കാണിക്കുന്നത്. നമ്മൾ മറ്റുള്ളവരെ പോലെ കോടിക്കണക്കിന് ഡോളറുകളൊന്നും സ്പെൻഡ് ചെയ്യുന്നില്ലെങ്കിലും നമ്മൾ സ്പേസിലും അണുശക്തി മേഖലയിലും അതുപോലെ തന്നെ ജൈവ മേഖലയിലും കൃഷി, ഇങ്ങനെ ആരോഗ്യം, ഇതിലൊക്കെ തന്നെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള നേട്ടങ്ങൾ വളരെ അപാരമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് നമുക്ക് ദേശീയ ശാസ്ത്രദിനം ആഘോഷിക്കുമ്പോൾ തീർച്ചയായും അഭിമാനിക്കാം. ഇന്ത്യയുടേതായി തന്നെ നമുക്ക് സയൻസിൻ്റെ ഇന്ന് നമ്മൾ അറിയപ്പെടുന്ന, ഉപയോഗിക്കുന്ന അറിവുകളുടെ ഉടമസ്ഥാവകാശം നല്ലൊരു പങ്ക് നമുക്കുമുണ്ട്. നമ്മൾക്കും അഭിമാനത്തോടു കൂടി പറയാം, ഇന്ത്യയിലെ ശാസ്ത്രം നമ്മൾ ഓരോരുത്തരും, സ്കൂളുകളിലത്തെ വിദ്യാർത്ഥികൾ മുതൽക്ക്
കോളേജുകളിലത്തെ വിദ്യാർത്ഥികൾ മുതൽക്ക് സർവകലാശാലകളിലും മറ്റ് സ്ഥലങ്ങളിലും ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഗവേഷകന്മാർ മുതൽക്ക് മറ്റ് പല സ്ഥാപനങ്ങളിലും വർക്ക് ചെയ്യുന്ന ശാസ്ത്രജ്ഞന്മാരും എഞ്ചിനീയർമാരും ഡോക്ടർമാരും അങ്ങനെ ഏതെല്ലാം മേഖലയിലുള്ള പ്രവർത്തനങ്ങളുണ്ടോ ആ എല്ലാ മേഖലകളിലും നമുക്ക് ഒട്ടേറെ നേട്ടങ്ങൾ കൊയ്യാൻ ഇതുകൊണ്ട് സാധിച്ചിട്ടുണ്ട്. അത് നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു സംഗതിയാണ്. എന്നാൽ ഇന്ന് ഏറ്റവും ലോകത്തിൽ പ്രാമുഖ്യം നേടിയിട്ടുള്ള ചില വിഷയങ്ങളാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, അതുപോലെ തന്നെ വേറെ കമ്പ്യൂട്ടേഷൻ്റെയും കമ്മ്യൂണിക്കേഷൻ്റെയും ഇതിലുള്ള ഒട്ടേറെ കാര്യങ്ങൾ നമുക്ക് ഇന്ന് ഒരുപാട് സംഗതികളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ ഈ ശാസ്ത്രദിനത്തിൽ പ്രത്യേകിച്ചും നിങ്ങളോട് ഇന്നൊവേഷനെ കുറിച്ച് സംസാരിക്കുവാൻ നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് ഡോക്ടർ അലക്സ് ജെയിംസാണ്. അദ്ദേഹം സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ എല്ലാ വർഷവും വരുന്ന സയൻറ്റിസ്റ്റിൻ്റെ, അതായത് ശ്രദ്ധേയരായ 200 സയൻറ്റിസ്റ്റുകൾ വരെ അവരിങ്ങനെ ലിസ്റ്റ് ചെയ്യും. അത്തരം ലിസ്റ്റിൽപ്പെട്ട നല്ല ഹൈ റാങ്കിങ് ഉള്ള ഒരു ശാസ്ത്രജ്ഞനെ തന്നെയാണ് അദ്ദേഹം. മലയാളിയാണ്. ഇപ്പോൾ തിരുവനന്തപുരത്ത് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസറും അവിടുത്തെ എക്സ്റ്റേണൽ ലിങ്കേജിന് വേണ്ടിയിട്ടുള്ള, അതായത് പുറം സംഘടനകളും പുറം ഗവേഷണ സ്ഥാപനങ്ങളുമായിട്ട് ബന്ധിപ്പിക്കുന്ന അതിൻ്റെ ആ വിഭാഗത്തിൻ്റെ ഡീൻ കൂടിയാണ് അദ്ദേഹം. ആ നിലയ്ക്ക് റിസർച്ചിൽ വളരെ അധികായനായിട്ടുള്ള ഒരാളാണ്. വളരെ പ്രധാനമായ ഒരു സ്ഥാനമാണ് ഇന്ന് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിക്ക് നമ്മുടെയും ഇന്ത്യയുടെ തന്നെയും വികസനത്തിൽ വഹിക്കാനുള്ളത്. ആ രീതിയിലുള്ള ഒട്ടേറെ പ്രവർത്തനങ്ങൾ അവിടെ നടന്നു വരുന്നുണ്ട്. അതിനും പുറമെ ഇന്ന് ഗ്രഫീൻ എന്നുള്ളത് അറിയപ്പെട്ടിട്ടുള്ള ഒരു സംഗതിയാണ്. കാർബണിൻ്റെ വളരെ ചെറിയ ഒരു, അതിനെക്കുറിച്ച് ഞാൻ പറയുന്നതിനേക്കാൾ നല്ലത് അദ്ദേഹത്തിൻ്റെ ഭാഷണത്തിൻ്റെ ഇടയിൽ ഡോക്ടർ അലക്സ് ജെയിംസ് അതിനെക്കുറിച്ച് പറയും. അതിനു വേണ്ടിയുള്ള 100 കോടിയിലധികം രൂപ ചെലവഴിച്ച് നടത്തുന്ന ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രത്യേക സെൻറ്റർ ഉണ്ട്. അത് ഇന്ത്യ ഇന്നൊവേഷൻ സെൻറ്റർ ഫോർ ഗ്രഫീൻ എന്നുള്ളത്. അത് ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ കേരള ഗവൺമെൻറ്റിൻ്റെ ഗ്രഫീൻ ഉൽപ്പാദനത്തിന് വേണ്ടിയിട്ടുള്ള വളരെ വലിയ, ഇന്ത്യയിൽ തന്നെ ഏറ്റവും ആദ്യത്തെ പ്രോജക്റ്റാണത്. ആ പ്രോജക്റ്റിൻ്റെ ശില്പിയും അതിനെ നയിക്കുന്ന വ്യക്തിയും ഡോക്ടർ അലക്സ് ആണ്. പിന്നെ അദ്ദേഹം AI ചിപ്സ് നിർമ്മിക്കുന്ന ഈ അടുത്ത കാലത്താണ് അതിനെക്കുറിച്ച് പത്രവാർത്തകളൊക്കെ വന്നിരുന്നു. അങ്ങനെ ചിപ്പുണ്ടാകും. ആ ഒരു ചിപ്പ് മാത്രമല്ല, ആ സീരീസിൽ ഒട്ടേറെ സംഗതികൾ ഡിസൈൻ ചെയ്യാനും ആവിഷ്കരിച്ച് നിർമ്മിച്ച് അത് പുറത്തിറക്കുവാനും ഒക്കെ തന്നെ അതിൻ്റെ പ്രവർത്തനത്തിന് പങ്കുവഹിക്കുന്ന ആളാണ്. നിങ്ങൾക്കെല്ലാം മേക്കർ വില്ലേജിനെ കുറിച്ച്, നിങ്ങളെല്ലാം ഇന്നൊവേഷനെ കുറിച്ച് അറിയാവുന്ന കുട്ടികളൊക്കെ തന്നെ മേക്കർ വില്ലേജ് നിങ്ങളുടെ ഒരു വലിയൊരു സ്വപ്നമാണ്, പോയി കാണണം എന്നൊക്കെ ഉള്ളത്. അതിൻ്റെയും വളരെ ചുക്കാൻ പിടിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്, ശാസ്ത്രജ്ഞൻ കൂടിയാണ് ഡോക്ടർ അലക്സ്. പിന്നെ അങ്ങനെ ഒട്ടേറെ സംഗതികളുണ്ട്. പിന്നെ IoT യുമായി ബന്ധപ്പെടുത്തിയുള്ള സെൻസേഴ്സ് ഇന്ന് തന്നെയും വളരെ പ്രധാനമായിട്ടുണ്ട്. അതിൻ്റെയൊക്കെ തന്നെ വികസനത്തിലും ഒട്ടേറെ പ്രവൃത്തികളൊക്കെ ചെയ്യുകയും ഈ അടുത്ത കാലത്താണ് അദ്ദേഹവും അമേരിക്കയിലുള്ള ഒരു ഡോക്ടർ ച്വ എന്ന് പറഞ്ഞുള്ളൊരു ശാസ്ത്രജ്ഞനും കൂടി ഒരു ഇൻ്റർനാഷണൽ പാറ്റൻറ്റ് നേടിയത്. ആഴ്ചകൾക്ക് മുമ്പ് ഇവിടെയൊക്കെ ഉള്ള എല്ലാ പത്രങ്ങളിലും വന്നിരുന്നു ആ വാർത്ത. ഇങ്ങനെ ഒട്ടേറെ സംഗതികളുണ്ട്. പിന്നെ നാനോ ടെക്നോളജി സെൻറ്റർ, അതൊരു ഗ്രിഫിത്ത് യൂണിവേഴ്സിറ്റിയിൽ നടക്കുന്ന, അതുമായിട്ടും അദ്ദേഹത്തിന് ദൈനംദിന ബന്ധമുള്ള ഒരു കക്ഷിയാണ്. പിന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക് എഞ്ചിനീയേഴ്സ് IEEE എന്ന് പറയുന്നതിൽ അതിൻ്റെ കേരള ശാഖയിലത്തെ സർക്യൂട്ട്സ് ആൻഡ് സിസ്റ്റം സൊസൈറ്റി എന്ന ഒരു സാങ്കേതിക സൊസൈറ്റി, അതിൻ്റെ ഫൗണ്ടർ ചെയർ കൂടിയാണ് ഡോക്ടർ അലക്സ്. ഇനിയും ഒട്ടേറെ കാര്യങ്ങളുണ്ട്. അതെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് സംസാരിക്കാൻ സമയമുണ്ടാവില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ കൂടുതലായിട്ട് അദ്ദേഹത്തെ പരിചയപ്പെടുത്താൻ ശ്രമിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഭാഷണത്തിൽ നിന്ന് നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവും. ഞാൻ അദ്ദേഹത്തെ ഭാഷണത്തിലേക്ക് ക്ഷണിക്കുന്നു. ഒരു കാര്യം മാത്രം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ എല്ലാ ടോക്കുകളും നിങ്ങളുടെ, അതായത് ഈ ഒരു മീറ്റിങ്ങിൽ എല്ലാ ആളുകൾക്കും പങ്കെടുക്കാൻ പറ്റിയെന്ന് വരില്ല. അവർക്കൊന്നും നഷ്ടമാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് യൂട്യൂബ് ആക്കി നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്ത് തരുന്നത്. പക്ഷെ അതിൽ കാണാമെന്നുള്ളത് കൊണ്ട് ഇത്തരം ടോക്കുകൾ, അടുത്ത ആഴ്ച വെച്ചിരിക്കുന്ന 4 ടോക്കുകളും
വളരെ പ്രധാനപ്പെട്ട സംഗതികളാണ്. ഈ ടോക്കുകളുടെ പ്രാധാന്യം ആ പ്രഭാഷണത്തിലല്ല, ആ പ്രഭാഷണം കഴിഞ്ഞ് നിങ്ങളും ഈ പ്രഭാഷകനും തമ്മിലുള്ള ഇടപെടലിലാണ്, ഇൻറ്ററാക്ഷനിലാണ്, നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങളിലാണ്, അതിൽ നിന്ന് അദ്ദേഹം നൽകുന്ന ഉത്തരങ്ങളിൽ നിന്നാണ് നിങ്ങൾക്കൊരു ഇന്നവേറ്ററായി വളരാനുള്ള, അതുപോലെ തന്നെ നിങ്ങളുടെ ബുദ്ധിയിലുള്ള ആ ഇന്നവേറ്റീവ് സ്പിരിറ്റ് വളർത്തിയെടുക്കാനുള്ള വളം കിട്ടുന്നത് ഈ ചർച്ചയിൽ കൂടിയാണ്. അതുകൊണ്ട് നിങ്ങൾ ചർച്ചയിൽ സജീവമായി പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ടോക്കുകൾ പങ്കെടുത്തേ പറ്റുള്ളൂ. അപ്പം നിങ്ങളുടെ സുഹൃത്തുക്കളോടും പറയുക, മറ്റെന്ത് തിരക്കുകളുണ്ടെങ്കിലും ഒഴിവാക്കാവുന്നതാണെന്നുണ്ടെങ്കിൽ അവയെല്ലാം ഒഴിവാക്കി ഇനി വരുന്ന ക്ലാസ്സുകളിലും അവർ പങ്കെടുക്കണം എന്നുള്ളത് ഞാൻ പ്രത്യേകം ഓർമ്മിപ്പിച്ചുകൊണ്ട് തൽക്കാലം ഞാനിവിടെ നിർത്തുകയാണ്. ഡോക്ടർ അലക്സ് ജെയിംസിനെ ഞാൻ പ്രഭാഷണത്തിനായി ക്ഷണിക്കും. ഷെയർ ചെയ്യാം. കാണാൻ പറ്റുന്നുണ്ടോ? കാണാം. ഓക്കെ. സോ വാട്ട് ഐ വിൽ ഡു ഈസ്, ഞാൻ ഇംഗ്ലീഷും മലയാളത്തിലും രണ്ടിലും മിക്സ് ചെയ്തിട്ട് പറയാം. ആൻഡ് എൻ്റെ ഈ ടോക്ക് മെയിൻലി നമ്മുടെ ഓഡിയൻസിൽ എനിക്ക് തോന്നുന്നു ചെറിയ കുട്ടികൾ മുതൽ കോളേജ് സ്റ്റുഡൻസും ഉണ്ട്. ഇത് ഇവിടെ ആരോ വരച്ച് കളിക്കുന്നുണ്ട് ഇതിൻ്റെ മുകളിൽ. സോ എനിവേ, ഇത് ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു ഇന്നോവേഷനെ കുറിച്ച് ചിന്തിക്കാൻ നേരത്ത് പല ലെവലിൽ ഉള്ള ആൾക്കാർക്ക് പല രീതിയിലാണ് അതിനെ ചിന്തിക്കുന്നത്. ഇപ്പോൾ ഒരു PhD ചെയ്യുന്ന ഒരാൾ ഇമ്മീഡിയറ്റ്ലി അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു പബ്ലിക്കേഷൻ എന്നുള്ളത് രീതിയിലായിരിക്കും. സാർ ഒരു മിനിറ്റ് സാർ. നിങ്ങൾ ആരാ കുട്ടികളിനകത്തിട്ട് വരയ്ക്കുന്നത്? ആരാ വരയ്ക്കുന്നത്? ഒഴിവാക്കുക. നിങ്ങൾ വൈറ്റ് ബോർഡ് ഉപയോഗിക്കുന്ന റിമൂവ് ചെയ്ത് ആരാന്ന് വെച്ചാൽ, താല്പര്യം ഇല്ലെന്നുണ്ടെങ്കിൽ ക്ലാസ് അറ്റൻഡ് ചെയ്യണമെന്നില്ല. മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കരുത്. പ്ലീസ് റിമൂവ് ദീസ്. ഓക്കെ സാർ, പ്ലീസ്. ഓക്കെ. സോ നമ്മൾ ഐഡിയാസ് അല്ലെങ്കിൽ ഒരു ഐഡിയ എന്നൊരു പ്രോഡക്റ്റിലോട്ട് മാറുന്ന ഒരു തോട്ടിലോട്ട് വരാൻ നേരത്താണ് നമ്മൾ റിസർച്ചും അതിൻ്റെ അകത്ത് ഐഡിയ എന്താണെന്ന് തന്നെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഐഡിയ എന്താന്നുള്ളത് ക്ലിയർ ആയാലേ ബാക്കി ഉള്ള ഒരു പ്രോഡക്റ്റ് ഡെവലപ്മെന്റോ അല്ലെങ്കിൽ ഇന്നോവേഷൻ എന്താന്നുള്ളത് മനസ്സിലാവുള്ളൂ. സോ വലിയൊരു ശല്യമായിട്ടല്ല സാർ. ആരാണ്ട് കുട്ടികളെ? അനാമിക ആരെന്ന് പറഞ്ഞിട്ട് ആരോ. അനാമികയെ റിമൂവ് ചെയ്യും അങ്ങനെയാണല്ലോ കേട്ടോ. ദയവ് ചെയ്ത് റിമൂവ് ചെയ്യൂ. നിങ്ങൾ തന്നെ മാറ്റി നിർത്തുന്നതാണ് നല്ലത്, മറ്റുള്ളവർക്ക് കൂടി ബുദ്ധിമുട്ടുണ്ടാക്കാതെ. ഒട്ടേറെ കേൾക്കണമെന്നുണ്ട്, അതിനെ തടസ്സപ്പെടുത്തരുത്. ഇതാരാണ് ചെയ്തതെന്ന് വെച്ചാൽ ഞങ്ങളെ കണ്ടെത്തി അവരെ ഈ പ്രോജക്റ്റിൽ നിന്ന് തന്നെ റിമൂവ് ചെയ്യുന്നതായിരിക്കും. ഇനിയും മാറ്റിട്ടില്ല അത്. സർ പ്ലീസ് കണ്ടിന്യൂ. സോ രണ്ട് കാര്യങ്ങളാണ് നമ്മുടെ ഒരു പെർസെപ്ഷൻ ബിൽഡ് ചെയ്യുന്ന ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു തിയറി ഉണ്ട്. ഡേവിഡ് ഹ്യൂസ് എന്ന് പറഞ്ഞ ഒരു ഫിലോസഫർ ഓർ ലൈക്ക് എന്താ ഇതിനെക്കുറിച്ചൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ചിന്തിച്ച ഒരു വ്യക്തിയുടെ ഒരു പ്രപ്പോസലാണ് ഐഡിയാസും ഇംപ്രഷനും. ഈ ഐഡിയാസും ഇംപ്രഷനും കൂടെ ചേർന്നിട്ടാണ് ഒരു പെർസെപ്ഷൻ ബിൽഡ് ചെയ്യുന്നതെന്നുള്ളൊരു കോൺസെപ്റ്റ് ഇന്നത്തെ കാലത്ത് അത് വളരെ റെലവെൻ്റ് ആയിട്ടുള്ള ഒരു ഐഡിയ ആണ്. ഒരു പെർസെപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ രണ്ട് പാർട്ടായിട്ട് നമുക്ക് തിരിക്കാൻ പറ്റും. ഒന്ന് ഐഡിയാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂഷ്വലി അതൊരു ഇമാജിനേഷൻ വരുന്ന ഒരു കോൺസെപ്റ്റാണ് ഈ ഐഡിയ. ഇംപ്രഷൻ, രണ്ട് ടൈപ്പ് ഓഫ് ഇംപ്രഷൻസ് ആണ് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നത്. ഒന്ന് സെൻസേഷൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തോട്ട് ഉണ്ടാവും. അതൊരു വളരെ ഫണ്ടമെന്റൽ അല്ലെങ്കിൽ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇംപ്രഷൻസ് ആയിട്ട് കണക്ക് കൂട്ടാൻ പറ്റുന്നത്. ഫോർ എക്സാമ്പിൾ ഒരു ഫിഗർ,
അല്ലെങ്കിൽ കളർ, അല്ലെങ്കിൽ ടേസ്റ്റ്, പെയിൻ, അങ്ങനെയുള്ള വളരെ ബേസിക് ആയിട്ടുള്ള എക്സ്പീരിയൻസസിനെയാണ് ഇംപ്രഷൻസ് എന്ന് പറയുന്നത്. ഈ അതേപോലെ തന്നെ ഇംപ്രഷൻസ്, ഐഡിയാസിനും ഇംപ്രഷൻസ് ഉണ്ടാവാം. അപ്പം നമ്മളൊരു പെർസെപ്ഷൻ എന്ന് പറയുന്ന രണ്ട് കാര്യങ്ങളിലാണ് ബിൽഡ് ചെയ്യുന്നത്, ഇംപ്രഷൻസും ഐഡിയാസും. ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കോ എക്സിസ്റ്റ് ചെയ്യുകയും വേണം. അതെന്താന്നുള്ളത് വി ക്യാൻ ഹാവ് എ ലുക്ക്. ഇതാണ് ഒരു എക്സാമ്പിൾ ഓഫ് ഇംപ്രഷൻസ്. കളർ, ഇപ്പം പല ടൈപ്പ് കളേഴ്സ്. ഇപ്പൊ ബ്ലൂ കളറാണ്, ഇതിൻ്റെ പല ഗ്രേഡിയൻസ് കാണാം. അതേപോലെ ഷേപ്പ് നോക്കിക്കഴിഞ്ഞാൽ പല ടൈപ്പ് ഓഫ് ഷേപ്പുകൾ ഇവിടെ കാണാൻ പറ്റും. നൗ സപ്പോസ് ഇതിൽ ഏതെങ്കിലും ഒരു കളറിന്റെ ഷെയ്ഡ് ഇല്ല എന്ന് വെക്കുക, നമ്മൾ കണ്ടിട്ടില്ല എന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പം ആ ഒരു ഷെയ്ഡ് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാൻ നോക്കിയാൽ കറക്റ്റായിട്ട് തന്നെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ല എന്നുള്ളൊരു ചോദ്യമുണ്ട്. അപ്പോൾ ഫോർ എക്സാമ്പിൾ, റെഡ് കളറേ കണ്ടിട്ടില്ല, അല്ലെങ്കിൽ ബ്ലൂ കളറോ കണ്ടിട്ടില്ല. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ മേളിൽ നമ്മൾ എന്തുണ്ടാക്കാൻ നോക്കിയാലും നമുക്കത് എന്താണെന്ന് ഡിഫൈൻ ചെയ്യാൻ പറ്റത്തില്ല. ഒരിക്കലും കാണാത്ത ഒരു കളർ കാണാൻ നേരത്ത് അത് എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഇംപ്രഷൻസ് എന്ന് പറഞ്ഞാൽ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു സെറ്റ് ഓഫ് ഫീച്ചേഴ്സ് ആണ് നമ്മുടെ മൈൻഡിൽ രജിസ്റ്റർ ചെയ്യുന്നത്. സോ ഐഡിയാസ് എന്ന് പറഞ്ഞാൽ ഈ ഇംപ്രഷൻസിൻ്റെ മോളുണ്ടാക്കുന്ന ഒരു ഇമാജിനേഷനാണ് ഐഡിയാസ്. ഒരു സ്ക്വയർ എടുത്തു, സ്ക്വയറിൽ ഒരു കളർ കൊടുത്തു, അല്ലെങ്കിൽ ഒരു സർക്കിൾ എടുത്ത് സർക്കിളിൽ ഒരു കളർ കൊടുത്തു. ആ ഇംപ്രഷൻസ് എല്ലാം കൂടെ എടുത്ത് മിക്സ് ചെയ്യുമ്പോഴാണ് ഒരു ഐഡിയ ആയിട്ട് മാറുന്നത്. അതേ ഇത് തന്നെ ഇനി ഫെർദർ നമുക്കതിൽ ബിൽഡ് ചെയ്യാം. ഒരു പിരമിഡ് ആണെങ്കിൽ അതിൽ ട്രയാങ്കിൾസ് ആണുള്ളത്, പല ടൈപ്പ് ഓഫ് ട്രയാങ്കിൾസ്. അപ്പോൾ ഈ ട്രയാങ്കിൾസിൻ്റെ മിക്സ് ചെയ്ത് കഴിയുമ്പം നമുക്കവിടെ ഒരു പിരമിഡ് വന്നു, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഷേപ്പ് വന്നു, ഓക്ടഗൺ വേണമെങ്കിൽ ഉണ്ടാക്കാം. അങ്ങനെ പല രീതിയിലെ ഷേപ്സ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഒരു സ്ക്വയർ വെച്ചിട്ട് നമുക്കൊരു ക്യൂബ് ഉണ്ടാക്കാം. അപ്പോൾ ഈ ഐഡിയാസ് എന്ന് പറഞ്ഞാൽ രണ്ട് ടൈപ്പ് ഓഫ് ഐഡിയാസ് ആയിട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റും. ഒന്നുള്ളത് സിമ്പിൾ ഐഡിയാസ്. സിമ്പിൾ ഐഡിയാസ് ആണ് ഈ കാണുന്ന സർക്കിൾസ് കളർ കൊടുക്കുന്നത്. ഇത് വെച്ചിട്ട് ഫെർദർ ബിൽഡ് ചെയ്യുമ്പോൾ അതൊരു കോംപ്ലക്സ് ഐഡിയാസ് ആയി മാറും. ഹലോ, ഓക്കെ. പക്ഷെ ഒരു റിയൽ വേൾഡ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സിമ്പിൾ ഐഡിയാസ് കാണുന്നത് വളരെ കുറവായിരിക്കും. ഇപ്പൊ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു റിയൽ ഐഡിയ നോക്കാൻ നേരത്ത് അത് മച്ച് മോർ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സിനാരിയോ ആയിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ആ പിരമിഡൽ സ്ട്രക്ചർ അത് മാറിയിട്ട്, ആ പിരമിഡൽ സ്ട്രക്ചർ ഉള്ളത് അത് മാറിയിട്ട് ഒരു പിരമിഡായി മാറുമ്പോൾ അതിൻ്റെ അകത്ത് വരുന്ന ഡീറ്റെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് ഇവിടെ കാണാൻ പറ്റുന്നത്. നമ്മൾ കാണുന്ന പല റിയൽ വേൾഡ് അല്ലെങ്കിൽ നേരെ കാണുന്ന എക്സാമ്പിൾസ് നോക്കിക്കഴിഞ്ഞാൽ എല്ലാം കോംപ്ലക്സ് ഐഡിയാസ് ആണ്. അപ്പോൾ പലപ്പോഴും നമ്മൾ പ്രോജക്റ്റ് ബിൽഡ് ചെയ്യാൻ നേരത്തോ അല്ലെങ്കിൽ ഇന്നോവേഷൻ ബിൽഡ് ചെയ്യാൻ നേരത്തോ ഇംപ്രഷൻസ് എന്താണ് അതിലുള്ളത്, അതിലെ ബേസിക് ഐഡിയ എന്താണ് എന്നുള്ളത് ഫസ്റ്റ് മനസ്സിലാക്കി, ആ മനസ്സിലാക്കിയ ഇംപ്രഷൻസും ഐഡിയാസും വെച്ചിട്ട് വേണം റിയൽ ഐഡിയാസിലോട്ട് എത്താൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ റിയൽ ഐഡിയാസ് റിയലൈസ് ചെയ്യാൻ ഇത്തിരി കൂടെ എളുപ്പമായി മാറും. അതാണ് അതിൻ്റെ ഒരു ഫണ്ടമെൻ്റലി നമ്മളൊരു പ്രൊഡക്റ്റിലോട്ട് എത്തുന്ന ഒരു പാത്ത് എന്ന് പറയാം. ഇപ്പം ഈ ഒരു പെർസെപ്ഷൻ എന്നുള്ളൊരു കോൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ഒരു ഇന്നോവേഷനും പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റും ഇത്തിരി കൂടെ ഒന്ന് എളുപ്പമായി മാറും. നമ്മൾ പെട്ടെന്ന് ഒരു യുറീക്ക മൂവ്മെന്റ് എന്ന് പറയുന്നത് ഒരു ദിവസം കൊണ്ടുണ്ടാവുന്ന ഒരു സംഭവമല്ല. അതാണ് ഫസ്റ്റ് തിങ് മനസ്സിലാക്കാനുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് കിട്ടുന്ന ഐഡിയാസ് പല കാലം കൊണ്ട്
ഉണ്ടാക്കുന്ന ഒരു ഇംപ്രഷൻസിന്ന് മുകളിൽ വരുന്ന ഒരു സാധനമാണ്. ഈ ഐഡിയാസ് അതേപോലെ ഇൻഡിവിജ്വലായിട്ട് ഐഡിയാസ് എക്സിസ്റ്റ് ചെയ്യത്തില്ല. ഇമാജിനേഷൻ എന്ന് പറയുന്നത് ഇതേപോലെ ഇംപ്രഷൻസ് എന്ന് വരുന്നതാണ് ഈ ഐഡിയാസ്. ആരോ ഇപ്പോഴും വരച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സാറേ എല്ലാവരും ഞാനിത് ആദ്യം ഒന്ന് മ്യൂട്ട് ചെയ്തൊക്കെ എല്ലാവരും അത് സ്ട്രിക്റ്റ് ആയിട്ട് പോയെങ്കിലും ഒക്കെ ഒക്കത്തുള്ളൂ. നമുക്ക് ഇങ്ങനെയുള്ള ആളെ കണ്ടുപിടിച്ചത് പോയില്ല പ്രോജക്റ്റിൽ. അത് ഇത് വൈറ്റ് ബോർഡ് ഡിസേബിൾ ചെയ്താൽ മതിയോ? ഡിസേബിൾ ചെയ്താൽ ഇതില് സാർ ആരാന്നുള്ള ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമോ സാർ? അത് വരുന്നുണ്ട്, ടൈപ്പ് ചെയ്യാൻ നേരത്ത് വരുന്നുണ്ട്. സാർ ഓക്കെ. ഇപ്പൊ ഞാൻ എല്ലാവരും മ്യൂട്ട് ആളടിക്കുക. ഓക്കെ സാർ. എന്നത് ക്ലിയർ ചെയ്തു. കണ്ടിന്യൂ. പ്രോജക്റ്റിൽ നിന്ന് ഡിസ്കണ്ടിന്യൂ ചെയ്തേക്കാം. അതെ. സോ ഇതാണ് ബേസിക്കലി ഒരു കോംപ്ലക്സ് ഐഡിയയിലോട്ട് എത്തുമ്പോൾ ഈ ഐഡിയാസിന്റെ എവല്യൂഷൻ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഗ്രേപ്പ് ജ്യൂസ് എന്നൊരു വൈൻ ഉണ്ടാക്കുന്ന പോലെയാണ്. ഒരു ഇമാജിൻ ഒരു ഗ്രേപ്സ് എടുത്തു, ആ ഗ്രേപ്സിനെ എടുത്ത് അതിനെ ഫെർമെന്റ് ചെയ്തതിന് ശേഷം അതിനെ അത് എന്ത് ടൈപ്പ് ഓഫ് പ്രസ്സിംഗ് ആണോ വരുന്നത് അതിനനുസരിച്ചിട്ട് പല ടൈപ്പ് ഓഫ് വൈനുകൾ ഉണ്ടാക്കി വെക്കുകയാണ് ചെയ്യുന്നത്. നൗ ബേസിക് ഐഡിയനെ ഒരു ഗ്രേപ്പ് ജ്യൂസ് ആയിട്ട് കൂട്ടിയാൽ ഇത് പല പ്രോസസ്സ് കൂടെ പോയി അതിൻ്റെതായ സമയം എടുത്തു കഴിഞ്ഞാലേ അതിനെ ഒരു വൈനായി മാറുള്ളൂ. അതിന് നമുക്കറിയാം, ലൈക്ക് ഒരു പഴയ വൈനൊക്കെ ആണെങ്കിൽ അത് അത്രയും കൂടുതലും റെയറും എക്സ്പെൻസീവും ആയിരിക്കും. അതേപോലെ തന്നെയാണ് ഐഡിയാസും. നമ്മളൊരു ഐഡിയ ഡെവലപ്പ് ചെയ്തെടുക്കുമ്പോൾ അത് ആ ഡെവലപ്പ് ചെയ്യാനുള്ള കോസ്റ്റ് കൂടുതൽ വരും. അതേപോലെ അതിൻ്റെ വാല്യൂവും മിക്ക സമയത്തും കൂടിക്കൊണ്ടിരിക്കും. ഏത് നമ്മൾ പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാലും ഒരു ഹൈ ക്വാളിറ്റി ഇൻവെൻഷൻസോ അല്ലെങ്കിൽ ഇന്നോവേഷൻസ് നോക്കിക്കഴിഞ്ഞാൽ അത് ഒരു ദിവസം കൊണ്ട് ഉണ്ടാക്കിയേക്കുന്ന ഒരു ഐഡിയ ആയിരിക്കില്ല. പലപ്പോഴും ആ ഐഡിയ സ്റ്റാർട്ട് ചെയ്യുന്നത് ചിലപ്പം സെഞ്ചുറീസ് മുന്നേ ഉള്ള ഒരു തോട്ടായിരിക്കാം. അത് പല ഡെക്കേഡ്സിൽ പല ആൾക്കാർ അത് കോൺട്രിബ്യൂട്ട് ചെയ്ത് അതിനെ ഡെവലപ്പ് ചെയ്ത് ഒരു സ്റ്റേജ് എത്തിക്കഴിയുമ്പോഴായിരിക്കും അത് ആൾക്കാർ അത് റിയലൈസ് ചെയ്യുന്നത് അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണല്ലോ, അതിനൊരു വാല്യൂ ഉള്ള സാധനമാണല്ലോ എന്നുള്ളൊരു തോട്ട് വരുന്നത് കാലം കഴിയുന്തോറും അതിൽ പല ടൈപ്പ് എഫേർട്ട് പോകുമ്പോഴാണ്. പക്ഷെ അങ്ങനെ വരുന്ന എല്ലാ ഐഡിയാസും ഒരു പ്രൊഡക്റ്റായി മാറണമെന്നില്ല. അവിടെയാണ് ഇന്നോവേഷനെ നമ്മൾ ഒരു ഇൻവെൻഷൻ എന്നുള്ള രീതിയിൽ നിന്ന് സെപ്പറേറ്റ്, വെറും ഒരു ഐഡിയ എന്നുള്ള രീതിയിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ എങ്ങനെ അതിനെ ഒരു ഇന്നോവേഷൻ എന്ന് പറയുന്ന ഒരു 3 പാർട്ടായിട്ട് നമുക്ക് വേണമെങ്കിൽ സ്പ്ലിറ്റ് ചെയ്ത് കാണാം. ഒന്നുള്ളത് എത്ര പെർസെൻറ്റേജ് ഓഫ് ഇന്നോവേഷനിൽ എത്ര പെർസെൻറ്റേജ് ആയിരിക്കും ആ ഐഡിയാസ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. ഏകദേശം നമ്മൾ നോക്കിയ ഒരു 30% നോക്കിക്കഴിഞ്ഞാൽ ടിപ്പിക്കലി ആ ഒരു ഐഡിയ എങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യാം, ഒരു യൂസ്ഫുൾ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു സർവീസോ അല്ലെങ്കിൽ ഒരു പ്രോസസ്സോ ആക്കി മാറ്റാം എന്നുള്ളതിനായിരിക്കും ഇന്നോവേഷനിൽ എഫേർട്ട് പോകുന്നത്. അടുത്ത ഒരു 30%ഓളം ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് ഇതെങ്ങനെ ചെയ്യാം, ഇതിൻ്റെ എക്കണോമിക് സിഗ്നിഫിക്കൻസ് എന്താണ്, എക്കണോമിക് വാല്യൂ എന്താണ് എന്നുള്ള സാധനം നോക്കുന്നതിലായിരിക്കും പോവുക. എന്നുവെച്ചാൽ ഒരു പ്രോബ്ലം എടുത്തു, ഒരു നല്ലൊരു ഐഡിയ എടുത്തു, ആ ഐഡിയയുടെ പല ഡയമെൻഷൻസിൽ അതിനെ ഇവാലുവേറ്റ് ചെയ്യും, അതിനെ മനസ്സിലാക്കാൻ നോക്കും. എന്നിട്ട് ആ ഒരു ഇൻവെൻഷൻ അതിനൊരു എക്കണോമിക് വാല്യൂ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാനുള്ളൊരു എഫേർട്ടായിരിക്കും പോകും. പിന്നെ ഉള്ളത് ഇതിനെ എങ്ങനെ ഒരു സെയിൽസിലോട്ട് കൺവേർട്ട് ചെയ്യാം, ഈ ഒരു പെർട്ടിക്കുലർ ഇന്നോവേഷനെ എങ്ങനെ സെയിൽസിലോട്ട് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഒരു ബിസിനസ് സൈഡ് നോക്കുക എന്നുള്ളതാണ് വേറൊരു ഡയമെൻഷൻ ഇന്നോവേഷനിൽ. ഒരു ഐഡിയ എന്നുള്ളത്
ഒരു പ്രൊഡക്റ്റായി മാറാൻ നേരത്ത് അതിൽ നമ്മൾ ഇന്നോവേഷൻ എന്ന് പറയാൻ നേരത്ത് അതിൽ ഈ പല എലമെന്റ്സ് നമ്മൾ ചിന്തിക്കണം. അതൊരു പുതിയൊരു ഐഡിയ എന്നുള്ളത് മാത്രമല്ല, ഇന്നോവേഷൻ എന്ന് പറയുന്നത് അതൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റായി മാറണം, അതിനൊരു എക്കണോമിക് വാല്യൂ ഉണ്ടാവണം, അതേപോലെ അത് സെല് ചെയ്യാനും പറ്റണം. എന്നാൽ സയൻസ് എന്ന് പറയുന്നത്, സയൻസിൽ 2 പാർട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. നമ്മൾ ഓഫൺ നമ്മൾ കാണുന്ന ഒരു സാധനമാണ് ഡിസ്ക്രൈബ്സ് വാട്ട് ഹാപ്പൻസ്, E=mc² അല്ലെങ്കിൽ force=ma എന്ന് പറയുന്ന ഇതിനെയൊക്കെയാണ് നമ്മൾ ലോ എന്ന് പറയുന്നത്. അപ്പം ലോ ടിപ്പിക്കലി ഒരു സാധനം ഒബ്സർവ് ചെയ്യുന്നു, എന്നിട്ട് ഒബ്സർവ് ചെയ്തിട്ട് നമ്മളതിനെ ജസ്റ്റിഫൈ ചെയ്യുകയാണ്, ഒരു ഡിസ്ക്രിപ്ഷൻ ചെയ്യാണ് എന്താണ് അവിടെ സംഭവിക്കുന്നത്. എന്നാൽ ഒരു സയന്റിഫിക് തിയറി എന്ന് പറയുന്നത് എക്സ്പെരിമെന്റ് ഒക്കെ ചെയ്തുകൊണ്ട് നമ്മൾ അതിനെ പ്രൂവ് ചെയ്യാൻ നോക്കുകയാണ് ചെയ്യുന്നത്. അപ്പം വൈ അല്ലെങ്കിൽ ഹൗ ഇറ്റ് ഹാപ്പൻസ്, എങ്ങനെയാണ് അത് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ അത് എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത് എന്നുള്ളത് അസസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു സയന്റിഫിക് തിയറി ഉള്ളത്. അപ്പോൾ നമ്മളൊരു ഇന്നോവേഷൻ, ക്രെഡിബിൾ ആയിട്ടുള്ള ഒരു ഇന്നോവേഷൻ ആവണമെങ്കിൽ മിക്ക സമയത്തും ഒരു സയന്റിഫിക് ലോ അല്ലെങ്കിൽ ഒരു സയന്റിഫിക് തിയറിയും കൂടെ വേണ്ട വരും. നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്യേണ്ടി വരും, വാലിഡേറ്റ് ചെയ്യേണ്ടി വരും, എന്താണ് അതിൻ്റെ ബാക്കിലുള്ള ഒരു സയന്റിഫിക് നോ ഹൗ, അത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ആ ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ആ ഒരു ഇന്നോവേഷൻ അത് ശരിയാണ് എന്ന് പ്രൂവ് ചെയ്യാൻ എളുപ്പമായിരിക്കും. അതേപോലെ തന്നെ എല്ലാവരെയും കൺവിൻസ് ചെയ്യാനും എളുപ്പമായിരിക്കും. പലപ്പോഴും ഇത് ചെയ്തേക്കുന്നത് ശരിയാണോ അല്ലെ എന്ന് പ്രൂവ് ചെയ്യാനാണ് നമ്മളൊരു ലോജിക് അല്ലെങ്കിൽ ഒരു ആർഗ്യുമെന്റ്സ് കൊണ്ടുവരിക. അപ്പോൾ പലപ്പോഴും ഒരു സയന്റിഫിക് എക്സ്പെരിമെന്റിൽ ഒരു തിയറി അല്ലെങ്കിൽ ഒരു ഹൈപ്പോത്തസിസിൽ സ്റ്റാർട്ട് ചെയ്ത് അതിൽ നിന്ന് കുറേ എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു റിസൾട്ട് നമ്മൾ ഒബ്സർവ് ചെയ്യുകയാണ്. അത് ചിലപ്പം ആക്ച്വൽ റിസൾട്ട്സോ ഒബ്സർവേഷനിൽ കറക്റ്റ് ആവാം, അല്ലെങ്കിൽ അത് കറക്റ്റ് ആവാതെ ഇരിക്കാം. ഫോർ എക്സാമ്പിൾ, ഒരു ഐഡിയ ഉള്ളത് ലൈഫ് ഈസ് ബിൽഡ് ഫ്രം സെൽസ് എന്നുള്ളതാണ് ഒരു ഐഡിയ. നമുക്കറിയില്ല അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത്. അതാണ് ഒരു ഹൈപ്പോത്തസിസ് അല്ലെങ്കിൽ അതാണ് ഒരു തിയറി. അപ്പോൾ ഒരു എക്സ്പെക്റ്റഡ് റിസൾട്ട് എന്തായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളത് ഒരു മൈക്രോസ്കോപ്പിൽ ഒബ്സർവ് ചെയ്യുമ്പം ആ സെൽസിനെ നമുക്ക് കാണാൻ പറ്റുന്നു. പക്ഷെ ആക്ച്വലി ഒബ്സർവ് ചെയ്യുമ്പം അത് ശരിക്കും സെൽസ് ആണോ അവിടെ കിട്ടുന്നത് അല്ലേ എന്നുള്ളത് അത് ഒബ്സർവ് ചെയ്യുന്ന റിസൾട്ട് അനുസരിച്ചിരിക്കും. അപ്പൊ അതാണ് ഒരു ലോജിക് ഓഫ് ആർഗ്യുമെന്റ് എന്ന് പറയുന്നത്. എന്നാൽ ഇൻ റിയാലിറ്റി പലപ്പോഴും സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് നമ്മളൊരു ലീഫ് കണ്ടിട്ടുണ്ടാവും മൈക്രോസ്കോപ്പിൽ. എന്താണ് ആ സെല്ല്, അതിൻ്റെ അകത്ത് കുറേ സെൽസ് കാണുന്നു. അപ്പോൾ ഈ സെൽസ് കുറെ കാണുമ്പം ഓക്കെ, അപ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടി, ഓ ഈ സെൽസ് വെച്ചിട്ടാണോ ഈ ലീഫ് ഉണ്ടാക്കിയേക്കുന്നത്. പിന്നെ അത് ഫെർദർ ഒബ്സർവ് ചെയ്യുമ്പം പിന്നെ നമ്മളത് കാണുന്നു, വാലിഡേറ്റ് ചെയ്യുന്നു. സോ ഫണ്ടമെന്റലി നമ്മളൊരു ആർഗ്യുമെന്റ് നോക്കിക്കഴിഞ്ഞാൽ സയന്റിഫിക് ആയിട്ട് കാണുന്നതും നമ്മൾ പെട്ടെന്ന് തോന്നി ചെയ്യുന്നതും തമ്മിൽ സ്ലൈറ്റ് ഒരു ഡിഫറൻസ് കാണാം. സയന്റിഫിക് ആയിട്ട് ചെയ്യുമ്പം അത് സിസ്റ്റമാറ്റിക് ആവും, അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ എളുപ്പമായി മാറും, അത് ശരിക്കുമുള്ള ഒരു ഒബ്സർവേഷൻ ആണോ അല്ലേ എന്നുള്ളത് നമുക്ക് വാലിഡേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു ഇന്നോവേഷൻ്റെ ക്രെഡിബിലിറ്റി എപ്പോഴും നോക്കിക്കഴിഞ്ഞാൽ അത് സയന്റിഫിക്കലി വാലിഡേറ്റ് ചെയ്തിട്ടുണ്ടോ അല്ലേ എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്ത് ഇരിക്കും. ഇനി നമ്മളൊരു ശരിക്കും ഒരു പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് എൻ്റയർ ഒരു സൈക്കിളിലെ നോക്കിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഐഡിയാസ് എല്ലാം കൂടെ എടുത്തിട്ട് കഴിഞ്ഞാൽ നമുക്കൊരു 7 സ്റ്റേജസ് ആയിട്ട് ഇതിനെ കൺസിഡർ ചെയ്യാം. ഒന്നുള്ളത് ഒരു ഐഡിയ ജനറേറ്റ് ചെയ്യുന്നു. സെക്കൻഡ്, ഈ ഐഡിയനെ നമ്മൾ സ്ക്രീൻ ചെയ്യുന്നു. ഇത് ആക്ച്വലി നമുക്ക് ഫെർദർ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐഡിയ ആണോ, എന്തൊക്കെയാണ് ഇതിലെ പോസിബിലിറ്റീസ്, അതെല്ലാം നമ്മൾ ഒരു സെക്കൻഡ് സ്റ്റേജിൽ സ്ക്രീൻ ചെയ്യുന്നു. സ്ക്രീൻ ചെയ്തതിനു ശേഷം നമ്മളൊരു തേർഡ് സ്റ്റേജിൽ അതിനെ കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്യുന്നു. മൈക്രോസ്കോപ്പിൽ നമ്മൾ കണ്ട് വാലിഡേറ്റ് ചെയ്യുന്ന പോലെ നമ്മൾ ആ കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്ത് ടെസ്റ്റ് ചെയ്യുന്നു.
ടെസ്റ്റ് ചെയ്തതിന് ശേഷം ഇതിനെ ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു മാർക്കറ്റിൽ പറ്റുന്ന നമുക്കൊരു പ്രൊഡക്റ്റ് ആക്കി മാറ്റി ആ പ്രൊഡക്റ്റിനെ വിൽക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അപ്പോൾ മാർക്കറ്റിനെ അറിയണം ആർക്കൊക്കെയാണ് ഇതിൻ്റെ ആവശ്യം. ആവശ്യം അനുസരിച്ചിട്ട് നമ്മൾ ആ ഐഡിയ എടുത്തിട്ട് ഒരു പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യണം. അപ്പോൾ ഒരു 4th സ്റ്റേജിൽ എങ്ങനെയാണ് ഈ പ്രൊഡക്റ്റ്, ആർക്കായിരിക്കും ഇത് യൂസ്ഫുൾ, എന്താണ് അതിൻ്റെ നീഡ്, ഏതൊക്കെയാണ് നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് ആയിട്ടുള്ള, ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് ചെയ്യാൻ ഇതേപോലെ പ്രൊഡക്ട്സ് വേറെ ഉണ്ടോ, അപ്പോൾ അങ്ങനത്തെ ഉള്ള എല്ലാം അനാലിസിസ് നമ്മൾ ചെയ്തതിന് ശേഷം നമ്മളൊരു പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യാൻ ആ പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്തതിന് ശേഷം മാർക്കറ്റിൽ ഇത് ടെസ്റ്റ് ചെയ്യണം. അതാണ് നമ്മൾ 6th സ്റ്റേജ് അല്ലെങ്കിൽ മാർക്കറ്റ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ടെസ്റ്റ് ചെയ്തതിന് ശേഷം ചിലപ്പം ആ പ്രൊഡക്റ്റ് ആൾക്കാർ എടുക്കുന്നുണ്ടാവില്ല, ചിലപ്പം അതിനെ വളരെ ഇൻട്രസ്റ്റ് ആയിട്ട് സെയിൽസ് നല്ലോണം വരുമായിരിക്കാം, ഇൻട്രസ്റ്റ് നല്ലോണം കാണിച്ചേക്കാം. അപ്പോൾ ആ ടെസ്റ്റ് ചെയ്യാൻ നമുക്കൊരു ഐഡിയ കിട്ടും, ഈ പ്രൊഡക്റ്റിൽ ഇനി എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണോ, അതോ ഇത് പ്രൊഡക്റ്റ് നമുക്ക് ഡയറക്റ്റ് മാർക്കറ്റിലോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ. അപ്പോൾ അങ്ങനെ ഒരു വാലിഡേഷൻ, അപ്പോൾ 6ാമത്തെ സ്റ്റേജിൽ നമുക്കൊരു പ്രോമിസിങ് ആയെന്ന് തോന്നിക്കഴിഞ്ഞാൽ ദെൻ നമ്മൾ മാർക്കറ്റിലോട്ട് സാധനം എത്തിക്കും. ഇൻ കേസ് അത് മാർക്കറ്റ് ടെസ്റ്റ് ചെയ്യാൻ നേരത്ത് അത് ശരിയല്ല, അതിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെങ്കിൽ നമ്മൾ എഗെയിൻ സ്റ്റെപ്പ് 3 പോയിട്ട് അവിടുന്ന് ഫെർദർ ലൈക്ക് ആ കോൺസെപ്റ്റ് റീഡെവലപ്പ് ചെയ്യാൻ വേണ്ടി നോക്കും, അല്ലെങ്കിൽ പ്രൊഡക്റ്റിൽ ഒരു ചേഞ്ച് വരുത്താൻ നോക്കുമോ, അങ്ങനെ എന്തെങ്കിലും ചെയ്യും. മാർക്കറ്റ് സ്ട്രാറ്റജി അല്ലെങ്കിൽ അതിൻ്റെ ബിസിനസ് സൈഡ് ഓഫ് തിങ്സ് അതൊക്കെ നോക്കിയിട്ട് ചേഞ്ചസ് വരുത്തി പിന്നെയും മാർക്കറ്റിൽ ടെസ്റ്റ് ചെയ്യും. ഇപ്പോൾ മാർക്കറ്റ് ടെസ്റ്റിംഗ് ഫെയിൽ ആവുകയാണെങ്കിൽ ഇത് ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യണം. നമ്മൾ ആ മാർക്കറ്റ് അനാലിസിസോ അല്ലെങ്കിൽ മാർക്കറ്റ് സ്ട്രാറ്റജി ചെയ്യുന്നത് തന്നെ അതിൻ്റെ എറർ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. പക്ഷെ ചിലപ്പം നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു റിസപ്ഷൻ കിട്ടിയെന്ന് വരില്ല. ചിലപ്പം ഏർലി എൻട്രി ആയിരിക്കാം, ചിലപ്പം ലേറ്റ് എൻട്രി ആയിരിക്കാം. കോമ്പറ്റീറ്റേഴ്സ് ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത കോമ്പറ്റീറ്റേഴ്സ് ചിലപ്പോൾ നമ്മൾ ഡെവലപ്പ് ചെയ്ത സ്റ്റേജും കൊണ്ട് പുതിയ കോമ്പറ്റീറ്റേഴ്സ് വന്നെന്ന് വരാം. അങ്ങനെ പല റീസൺസ് കൊണ്ടിട്ട് ആ പ്രോഡക്റ്റ്സ് ചിലപ്പം റീഇൻവെൻറ്റ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവും. അങ്ങനെ മാർക്കറ്റ് ഫൈനൽ സ്റ്റേജിൽ അത് കമേഴ്ഷ്യലൈസേഷൻ സ്റ്റേജിൽ പോകുന്നു, അത് മാർക്കറ്റിൽ ഒരു പ്രൊഡക്റ്റായിട്ട് റിലീസ് ചെയ്യുന്നു, അങ്ങനെ ഒരു സക്സസ്ഫുൾ ആക്കി മാറ്റുന്ന പ്രോഡക്റ്റ്. ഞാനൊരു എക്സാമ്പിൾ കാണിക്കാം, ഒരു എങ്ങനെയാണ് ഒരു ടിപ്പിക്കൽ ഒരു പ്രോഡക്റ്റിലോട്ട് നമ്മൾക്ക് എത്താൻ പറ്റുന്നത്. എല്ലാവരും ട്രാൻസ്ഫോമർ കണ്ടിട്ടുണ്ടാവും, ഒരു ഹൈ വോൾട്ടേജ് ട്രാൻസ്ഫോമർ. അപ്പോൾ ഒരു ഹൈ വോൾട്ടേജ് ട്രാൻസ്ഫോമർ എടുത്തു കഴിഞ്ഞാൽ നമ്മളൊരു ട്രാൻസ്മിഷൻ ലൈനിൽ ഒരു പവർ പ്ലാന്റിൽ നിന്നൊരു ഇലക്ട്രിസിറ്റി ഓൾ ദ വേ ഹോമിൽ വരെ വരാൻ നേരത്ത് പല ടൈപ്പ് ട്രാൻസ്ഫോമേഴ്സ് ഇടയ്ക്ക് വേണ്ടിവരും. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമേഴ്സ് വേണ്ടിവരും, സബ്സ്റ്റേഷനിൽ ട്രാൻസ്ഫോമേഴ്സ് വേണ്ടിവരും, റോഡ് സൈഡിൽ കാണുന്ന പല ടൈപ്പ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമേഴ്സ് കാണാം. അങ്ങനെ പല ടൈപ്പ് ഓഫ് ഹൈ വോൾട്ടേജ് ട്രാൻസ്ഫോമേഴ്സ് നമുക്ക് കാണാൻ പറ്റും. ഇപ്പം ഈ ഒരു പിക്ചർ നിങ്ങൾക്ക് കണ്ടിട്ട് മനസ്സിലായോ എന്നറിയില്ല. ഈ പിക്ചറിൽ ഇത് ആഫ്രിക്കയിലെ ഒരു സ്ഥലത്തുനിന്ന് എടുത്ത ഒരു പോലീസുകാർ എടുത്ത, ഇത് വളരെ ന്യൂസ് ആയ ഒരു ഫോട്ടോ ആണ്. ഇതിൽ നോക്കാനത്ത് കോപ്പർ വയറുകൾ കാണാം. അപ്പം ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഈ വയറ് ബേസിക്കലി ഈ ട്രാൻസ്ഫോമറിൻ്റെയും ഇലക്ട്രിക് ലൈൻസിൽ നിന്നും മുറിച്ചെടുത്തേക്കുന്ന വയറുകളാണ്. ആ കാണുന്ന ലാർജ് ലൈക്ക് എന്താ ബോക്സസോ അല്ലെങ്കിൽ ക്യാരിങ് ബോട്ടിൽസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ട്രാൻസ്ഫോമർ ഓയിലാണ്. അപ്പോൾ ഈ ഓയിൽ എവിടുന്നാണ് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രാൻസ്ഫോമേഴ്സിൻ്റെ അകത്ത് ഇൻസുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇലക്ട്രിക്കൽ ഇൻസുലേഷൻ കൊടുക്കാൻ വേണ്ടി ഇൻസുലേറ്റിംഗ് ഓയിൽസ് യൂസ് ചെയ്യുന്നുണ്ട്. അത് നല്ലൊരു ഡയലക്ട്രിക് ആയതുകൊണ്ട്, ഇൻസുലേറ്റിംഗ് ഡയലക്ട്രിക് ആയതുകൊണ്ട് അതിനെ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ഓയിൽ ആണെങ്കിൽ വളരെ എക്സ്പെൻസീവ് ആണ്. അപ്പോൾ ഇവരെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ ട്രാൻസ്ഫോമേഴ്സ് ബ്രേക്ക് ചെയ്ത് അതിൽ നിന്ന് ഓയിൽ എടുക്കും, അതേപോലെ ഇത് കോപ്പർ വയർ എടുക്കും, ഇതുകൊണ്ട് മാർക്കറ്റിൽ വിറ്റിട്ട് അവർ കാശാക്കും. നൗ ഓബിയസ്ലി അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്തുണ്ടാവും, ട്രാൻസ്ഫോമേഴ്സ് ബ്രേക്ക് ഡൗൺ ആവും, എൻ്റയർ പവർ പോവും, വളരെ
ആ ഇലക്ട്രിസിറ്റി ബോർഡോ അല്ലെങ്കിൽ ആ കമ്പനിക്കോ വളരെ നഷ്ടം ഉണ്ടാവും. അപ്പം ഇങ്ങനത്തെ ഒരു പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യും? ഇപ്പോൾ ക്ലിയർലി ഒരു ട്രഡീഷണൽ ആയിട്ടൊരു ട്രാൻസ്ഫോമർ വെക്കാൻ നേരത്ത് ഒരു ട്രാൻസ്ഫോമറുടെ ഈ ഡാമേജ് ആയി കഴിഞ്ഞാൽ ഈ ലൈൻ ഫുൾ ഓഫായി വീട്ടിൽ കറണ്ട് സപ്ലൈ എത്തത്തില്ല. അപ്പോൾ അത് എങ്ങനെ സോൾവ് ചെയ്യും എന്നുള്ളതാണ് ഒരു പ്രോബ്ലം ആയിട്ട് വന്നത്. അപ്പോൾ അതിനൊരു സൊല്യൂഷൻ നമുക്ക് ഡിറ്റർമിൻ ചെയ്യണം. എന്തായിരിക്കും പോസിബിലിറ്റി? ഒരു പോസിബിലിറ്റി, ഇതിൽ കുറേ സെൻസേഴ്സ് ഇടുക. ആ ട്രാൻസ്ഫോമറിന്റെ കണ്ടീഷൻ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റണം. പക്ഷേ ഈ മോണിറ്റർ ചെയ്യാൻ നേരത്ത് ഇനി ഒരു പ്രോബ്ലം ഉള്ളത്, ഈ മോണിറ്റർ ചെയ്താലും നമ്മളൊരു ഡാറ്റ കളക്ട് ചെയ്തു ഡാറ്റ സെൻഡ് ചെയ്യണം. ഡാറ്റ സെൻഡ് ചെയ്യണമെങ്കിൽ എന്തെങ്കിലും ഒരു നെറ്റ്വർക്ക് വേണം. ഇപ്പോൾ പല ഇപ്പോൾ ആഫ്രിക്കയിലാണെങ്കിലും അങ്ങനെയുള്ള പല സ്ഥലങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഡിസ്റ്റൻസ് കഴിയുമ്പോൾ ചിലപ്പോൾ ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി ഇല്ല, അവിടെ മൊബൈൽ ഫോൺ നെറ്റ്വർക്ക് ചിലപ്പോൾ ഉണ്ടാവത്തില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ കമ്മ്യൂണിക്കേഷൻ, ഇപ്പോൾ ഡാറ്റ അവിടെ സെൻസർ ഇട്ട് കഴിഞ്ഞാലും അത് സെൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടായി വരും. അപ്പം ഒരു IoT അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് എന്ന് പറഞ്ഞ ഡിവൈസ് നമുക്ക് ഇടേണ്ട സിറ്റുവേഷൻ വന്നേക്കാം. അപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ചിലപ്പോൾ ഒരു നെറ്റ്വർക്ക് തന്നെ ഉണ്ടാക്കേണ്ട വന്നേക്കാം, ഒരു വയർലെസ് നെറ്റ്വർക്ക് ഉണ്ടാക്കേണ്ട വന്നേക്കാം. ഈ കിട്ടുന്ന ഡാറ്റ എന്നിട്ടൊരു സെർവറിലോട്ട് ട്രാൻസ്ഫർ ചെയ്തു, ആ സെർവറിന് അത് അനലൈസ് ചെയ്തു, അതിനെ ഒരു മൊബൈൽ ഫോണോ അല്ലെങ്കിൽ ഒരു ലാപ്ടോപ്പോ അല്ലെങ്കിൽ ടാബ്ലറ്റിലോ കാണാൻ പറ്റുന്ന ഒരു ആപ്പായിട്ട് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്റർ ചെയ്യാം. അപ്പോൾ ആരെങ്കിലും ഒരു ഓയിൽ എടുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അപ്പം തന്നെ ഒരു വാർണിംഗ് കിട്ടും, ഓയിൽ ആരോ അവിടെ ലീക്ക് ചെയ്യാൻ നോക്കി. അപ്പോൾ അത് കറണ്ടിൻ്റെ ചേഞ്ചസോ അല്ലെങ്കിൽ ഓയിലിൻ്റെ ലെവൽ മാറാൻ നേരത്തോ അല്ലെങ്കിൽ ട്രാൻസ്ഫോമറിൻ്റെ ടെമ്പറേച്ചർ മാറാൻ നേരത്തോ ആ ഇൻഫോർമേഷൻ വെച്ചുകൊണ്ട് പ്രെഡിക്ഷൻസ് നടത്താൻ പറ്റും റിമോട്ട്ലി. ഫിസിക്കലി ആ ഒരു ഡിവൈസ് ചിലപ്പം എത്രയെങ്കിലും തൗസൻഡ്സ് ഓഫ് കിലോമീറ്റേഴ്സ് ദൂരെ ആയിരിക്കാം, പക്ഷേ അതിലെ ചേഞ്ചസ് നമുക്ക് റിയൽ ടൈം ആയിട്ട് കാണാൻ പറ്റും എന്നുള്ളൊരു സിനാരിയോ ആയിട്ടാണ് ഈ പ്രോബ്ലം പോസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു അങ്ങനെ ഒരു സിസ്റ്റം ട്രയൽ ഫോമിൽ ഉണ്ടാക്കി. ആ സിസ്റ്റത്തിൽ ഇതാണ് റിയൽ ആയിട്ടുള്ള ഒരു ട്രാൻസ്ഫോമർ. അപ്പോൾ ആ ട്രാൻസ്ഫോമറിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു ഡിവൈസ് വെച്ചു. അപ്പോൾ ഡിവൈസ് വെച്ച് വെക്കുമ്പം ആ ഡിവൈസ് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് സെൻസിങ് നടക്കുകയാണ്. പല ടൈപ്പ് സെൻസേഴ്സ് നമ്മളിതിലിട്ടു. ഓയിൽ ചെക്ക് ചെയ്യാൻ, ടെമ്പറേച്ചർ ചെക്ക് ചെയ്യാൻ, മോയ്സ്ചർ ലെവൽ ചെക്ക് ചെയ്യാൻ, ലോഡ് കറണ്ട് നോക്കാം. അപ്പോൾ ഈ ഡാറ്റ ഉള്ളത് ഒരു ആപ്പിലോട്ട് നമ്മൾ കണക്ട് ചെയ്ത് റിയൽ ടൈമായിട്ട് ഇത് കാണാൻ പറ്റുകയാണ്. ടെമ്പറേച്ചർ ചേഞ്ചസും കറണ്ടിൻ്റെ ചേഞ്ചസും ഓയിൽ ചേഞ്ചസും എല്ലാം. ഈ കമ്മ്യൂണിക്കേഷൻ ഉള്ളത് നെറ്റ്വർക്ക് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ തന്നെ ഒരു നെറ്റ്വർക്ക് ഉണ്ടാക്കാം. നമുക്കൊരു ഗേറ്റ് വേ അല്ലെങ്കിൽ ഒരു ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കേണ്ട സിനാരിയോ വരികയാണ്. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു പ്രോബ്ലം എന്തായിരുന്നു നോക്കിക്കഴിഞ്ഞാൽ ലൈക്ക് ഒരു റിയൽ ആയിട്ടുള്ള ഒരു തെഫ്റ്റ് നടക്കുന്നു. ആ തെഫ്റ്റ് വെച്ചിട്ട് നമ്മളൊരു സൊല്യൂഷനിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യണം. അപ്പം സൊല്യൂഷൻ ഫോർമുലേറ്റ് ചെയ്യാൻ നമ്മളൊരു ബേസിക് ഐഡിയ എടുത്തു, ആ ഐഡിയ ഫോർമുലേറ്റ് ചെയ്തു. അപ്പോൾ ഇങ്ങനെ നോക്കിയൊരു ഐഡിയ ഫോർമുലേറ്റ് ചെയ്തു, അതിനെ എന്നിട്ട് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നേരത്ത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ സാധനങ്ങളും എടുത്തിട്ട് അതിൽ നോക്കണം. ഇപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ മോഡ്യൂൾ എങ്ങനെയാണ് സെൻസർ ഉണ്ടാക്കുന്നത്, എന്തൊക്കെ ടൈപ്പ് ഓഫ് സെൻസറാണ് വേണ്ടത്, സെൻസറിൻ്റെ സ്പെസിഫിക്കേഷൻ എന്താണ്. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും നമ്മളതിൽ നോക്കി ഡെവലപ്പ് ചെയ്യാൻ നോക്കുകയാണ്. ഓക്കെ, അപ്പം അത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ അകത്ത് അപ്പം നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഓരോ ഇലക്ട്രോണിക് ബോർഡുകൾ ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കേണ്ട വരികയാണ്. അപ്പോൾ പല ടൈപ്പ് സെൻസേഴ്സ്, ആ സെൻസേഴ്സിന് എടുത്തൊരു ലോറ പോലൊരു കമ്മ്യൂണിക്കേഷൻ മോഡ്യൂൾ ഉണ്ടാക്കി. അപ്പോൾ ഈ മോഡ്യൂൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഇലക്ട്രോണിക്സ് വരും, അതിൻ്റെ അകത്ത് സർക്യൂട്ടറി ഡിസൈൻ ചെയ്യേണ്ടി വരും, പല ടൈപ്പ് ചിപ്പുകൾ വരും. ഈ ഓരോ ബോർഡ് ഉണ്ടാക്കാൻ നേരത്തും ആ ബോർഡ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് എടുത്ത് നോക്കാൻ നേരത്ത് അതിൻ്റെ അകത്ത് ഒരു ഇൻഡസ്ട്രിയൽ സ്റ്റാൻഡേർഡും കൂടെ ഉണ്ടാവും. നമ്മളത് ഇൻഡസ്ട്രിയൽ ആയിട്ട് യൂസ് ചെയ്യണമെങ്കിൽ ആ സ്റ്റാൻഡേർഡ്സ് ഒക്കെ മീറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമ്മളതിൽ നോക്കേണ്ടി വരും. സോ അങ്ങനെ അതെല്ലാം കൂടെ വെച്ചതിന് ശേഷമാണ് ആ ഒരു സിസ്റ്റം നമ്മൾ ബിൽഡ് ചെയ്തെടുക്കുന്നത്. അതേപോലെ ടെമ്പറേച്ചറിന് വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലെ മോഡ്യൂൾസ് ഉണ്ടാക്കണം.
അപ്പോൾ പല ടൈപ്പ് എന്ത് ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്, ഏതൊക്കെ ടൈപ്പ് ഓഫ് ഫ്രീക്വൻസി ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഇതിനൊക്കെ ഇൻഡസ്ട്രിയൽ സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. അപ്പോൾ ആ സ്റ്റാൻഡേർഡ്സ് ഒക്കെ മീറ്റ് ചെയ്താൽ മാത്രമേ അതിന് പ്രൊഡക്റ്റ് ക്വാളിഫൈ ആവത്തുള്ളൂ. അപ്പോൾ നമ്മളൊരു ഒരു വെറും ഒരു ഐഡിയ എടുത്ത് ആ ഐഡിയനെ എടുത്ത് കൺവേർട്ട് ചെയ്യുന്നത് ഈ പറയുന്ന എല്ലാ പ്രോസസ്സ് കൂടെ പോയി കഴിഞ്ഞാൽ ഇത് കൺവേർട്ട് ആവുള്ളൂ. റിയൽമി എന്നോ അങ്ങനെ 2-3 പേര് ഇതിങ്ങനെ വരച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. നടക്കട്ടെ. വളരെ മോശമായിട്ടുണ്ട്. ഡിസിപ്ലിൻ ഇല്ല എന്ന് പറഞ്ഞാൽ അവരുടെ മനസ്സിന് ഒരു സന്തോഷം ഉണ്ടാവട്ടെ. നമുക്ക് ഏതായാലും we will go ahead with the talk. ഓക്കെ. സോ ഇതാണ് ഒരു എക്സാമ്പിൾ എന്ന് ഞാൻ കാണിക്കാൻ ഉദ്ദേശിച്ചത്, സോ ദാറ്റ് യു ഗെറ്റ് എൻ ഐഡിയ. ഇതേപോലെ നമുക്ക് ഇതേ എക്സാമ്പിൾ പോലെ നമുക്ക് പല ടൈപ്പ് റിസർച്ചിൽ നിന്നും വേണമെങ്കിൽ കൺവേർട്ട് ചെയ്യാം. ഇതൊരു എക്സാമ്പിൾ റിസർച്ചിനെ എങ്ങനെ ഒരു പ്രൊഡക്റ്റ് എന്നുള്ള ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിൾസ് ആണിത്. ഒരു ആൻറ്റിന എടുത്തു, ആൻറ്റിനയുടെ റേഡിയേഷൻ പാറ്റേൺ എടുക്കുന്നു. ആ റേഡിയേഷൻ പാറ്റേൺ എടുത്തതിന് ശേഷം അതിനെ പല യൂസസ് ആയിട്ട് നമ്മൾ കണ്ടു. അപ്പോൾ ഒരു പ്യുവർ ഒരു റിസർച്ച് സൈഡിൽ നിന്ന് വരികയാണ്. ആ റിസർച്ചിൽ വരുന്ന ഔട്ട്പുട്ടിനെ എങ്ങനെ ഒരു പ്രൊഡക്റ്റായിട്ട് എൻവിഷൻ ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഒരു ആൻറ്റിന ഡിസൈൻ ചെയ്യുന്നു, അതിൻ്റെ റേഡിയേഷൻ പാറ്റേൺസ് ഒക്കെ ഒബ്സർവ് ചെയ്യുന്നു, അതിനെ ആ പാറ്റേൺസിനെ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി നോക്കുന്നു. അപ്പോൾ നമുക്ക് ഒരു ആൻറ്റിന ക്ലാസിഫൈ ചെയ്യാൻ നോക്കി. ഓക്കെ, സോ വാട്ട്, അതിന് എന്താണ് ഒരു യൂസ്? അതിൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ പ്രാക്ടിക്കൽ യൂസ് ആയിട്ട് ചിന്തിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് സപ്പോസ് നമുക്ക് ആൻറ്റിനയുണ്ട്, മൊബൈലിൻ്റെ അകത്തൊക്കെ ആൻറ്റിനയുണ്ട്, പക്ഷെ അറിയത്തില്ല എന്ത് ടൈപ്പ് ഓഫ് ആൻറ്റിനയാണ് ഇതിൻ്റെ അകത്തുള്ളത്. നമുക്കത് മൊബൈൽ ഫോൺ തുറക്കാതെ തന്നെ അതിനകത്ത് ആൻറ്റിന ഇറക്കണം എന്താണെന്ന് അറിയണമെങ്കിൽ അതിൻ്റെ റേഡിയേഷൻ പാറ്റേൺസ് ക്യാപ്ചർ ചെയ്ത്, മൊബൈൽ ഫോൺ തുറക്കാതെ തന്നെ റേഡിയേഷൻ പാറ്റേൺ ക്യാപ്ചർ ചെയ്ത് ഈ ഒരു സിസ്റ്റത്തിൽ കൂടെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ടൈപ്പ് ഓഫ് ആൻറ്റിന ആണെന്ന് അപ്പോൾ നമുക്ക് ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു റിസർച്ച് പ്രോബ്ലം ആയിരുന്നു, പക്ഷെ ആ റിസർച്ച് പ്രോബ്ലത്തിന് ഒരു പ്രൊഡക്റ്റ് ആക്കി നമുക്ക് അവിടെ മാറ്റാൻ പറ്റുകയാണ്. അപ്പോൾ ഒരു മൊബൈൽ ഫോണിലെ ആൻറ്റിന എന്താണെന്നുള്ളത് ഇപ്പോൾ നമ്മളൊരു ഹാക്ക് ചെയ്യുകയാണ്, ബേസിക്കലി ഹാർഡ്വെയറിനെ ഹാക്ക് ചെയ്യുകയാണ്. ഹാർഡ്വെയറിനെ ഹാക്ക് ചെയ്യാൻ ഒരു പുറത്തുനിന്നുള്ളൊരു ഡിവൈസും കൊണ്ട് ഹാക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ള ഒരു ലോജിക്കാണ് അതിൽ വരുന്നത്. പിന്നെ അതേപോലെ ഇതിൽ തന്നെ ഈ ഒരു സിസ്റ്റത്തിനെ നമുക്ക് വെയറബിൾസ് ആയിട്ട് യൂസ് ചെയ്യാം. ക്ലോത്തിൻ്റെ കൂടെ ട്യൂമർ ഡിറ്റക്ഷന് വേണമെങ്കിൽ യൂസ് ചെയ്യാം. റിഫ്ലക്ഷൻസ് വെച്ചിട്ട് ഒരു ആൻറ്റിനയുടെ റിഫ്ലക്ഷൻസ് ക്യാപ്ചർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു നോർമൽ ടിഷ്യൂവും ഒരു അബ്നോർമൽ ടിഷ്യൂവും തമ്മിലുള്ള റിഫ്ലക്ഷൻസ് ഡിഫറെൻ്റ് ആയിരിക്കും. ആ ഡിഫറൻസ് ക്യാപ്ചർ ചെയ്ത് അതിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് എഗെയിൻ കാണാൻ പറ്റും. ഓക്കെ, സോ ഇത് ഗ്രാഫീൻ വെച്ചിട്ടുള്ള ഒരു ഗ്ലൗവിൻ്റെ ഒരു എക്സാമ്പിൾ ആണ്. ഗ്രാഫീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പെൻസിലുള്ള ഗ്രാഫൈറ്റിൻ്റെ ഒരു സിംഗിൾ ലെയർ, അറ്റോമിക് ലെയർ ആയിട്ട് വരുന്നതിനാണ് ഗ്രാഫീൻ എന്ന് പറയുന്ന മെറ്റീരിയൽ. അപ്പോൾ അത്രയും തിന്നായിട്ടുള്ളൊരു മെറ്റീരിയൽ ആണ്. ആ തിന്നായിട്ടുള്ളൊരു മെറ്റീരിയൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ പ്രോപ്പർട്ടീസ് ഉണ്ട്. ഒന്നുള്ളത് അത് തെർമൽ കണ്ടക്ടിവിറ്റി, അല്ലെങ്കിൽ ഒരു ഹീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് അത് അബ്സോർബ് ആവും, അതേപോലെ തന്നെ പെട്ടെന്ന് അത് ഡെസിപ്പേറ്റ് ആവുകയും ചെയ്യും. അപ്പോൾ അങ്ങനത്തെ ഉള്ളൊരു പ്രോപ്പർട്ടി നമുക്ക് എവിടെയാണ് യൂസ് ആവുക എന്നുള്ളൊരു ചോദ്യം എക്സ്പ്ലോർ ചെയ്യുമ്പോഴാണ് ഹീറ്റിംഗ് പാഡ്സ് എന്നുള്ള ടിപ്പിക്കലി ഒരു കോൾഡ് വെതർ ആയിട്ടുള്ളൊരു സിറ്റുവേഷനിൽ നമുക്കൊരു ഹീറ്റിംഗ് പാഡ് ഉണ്ടെങ്കിൽ വളരെ യൂസ്ഫുൾ ആയിരിക്കും. അതേപോലെ തന്നെ ഒരു ഹീറ്ററായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ, ഒരു വെള്ളം ചൂടാക്കാനോ അങ്ങനത്തെയൊക്കെ ആപ്ലിക്കേഷന് പറ്റുമോ? ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ മിക്കതും ആ ഹീറ്റിംഗ് പാഡ് അല്ലെങ്കിൽ അതൊക്കെ വരുന്ന കോയിൽ ബേസ് സിസ്റ്റംസ് ആണ്. അതിനാണെങ്കിൽ ഹൈ വോൾട്ടേജ് വേണം. വേറെസ് ഇങ്ങനത്തെ ഒരു ടെക്നോളജി യൂസ് ചെയ്യുമ്പോൾ ഈവൺ ഒരു ബാറ്ററി വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ഹീറ്റ് ചെയ്യിക്കാം. ഫോർ എക്സാമ്പിൾ ഒരു 70 or 80 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ ഹീറ്റ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടില്ല. പക്ഷേ നമുക്കൊരു കൈയുടെ അകത്ത് 70 degrees ഒക്കെ വന്നു കഴിഞ്ഞാൽ ഒരു കോൾഡ് വെതറിൽ കുറച്ച് നേരം വെച്ച് കഴിഞ്ഞാൽ ബോഡി ടെമ്പറേച്ചറും ഇതും കൂടെ വരുമ്പോൾ ഒരു ഫീഡ്ബാക്ക് പോലെ വന്നിട്ട് വല്ലാതെ ഹീറ്റ് ഫീൽ ചെയ്യും, ഇപ്പോൾ പൊള്ളുന്ന പോലെ ഹീറ്റ് ഫീൽ ചെയ്യും.
അപ്പോൾ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്കിപ്പോൾ ഒരു കട്ട് ഓഫ് ചെയ്യേണ്ടി വരും. ഓട്ടോമാറ്റിക്കലി ഒരു റൂം ടെമ്പറേച്ചർ ഒക്കെ വരുന്ന ലെവലിൽ ഒരു കട്ട് ഓഫ്. ഈവൻ 42 ഡിഗ്രീസ് വളരെ കൂടുതലായിരിക്കും മാക്സിമം പോവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ആൻഡ് ഇങ്ങനത്തെ ഒരു ഹീറ്റിംഗ് പാഡ് വെക്കുമ്പോൾ ഒരു അഡ്വാൻറ്റേജ് എന്തായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് റീപ്ലേസ് ചെയ്യാൻ, റീയൂസ് ചെയ്യാൻ പറ്റും. പെട്ടെന്ന് തന്നെ ഇപ്പോൾ ഓഫ് ആക്കണമെങ്കിൽ ഒരു സ്വിച്ച് വെച്ച് കഴിഞ്ഞാൽ, ഇതിനോട് സ്വിച്ച് വെച്ച് കഴിഞ്ഞാൽ അത് ഓഫ് ആക്കാൻ പറ്റും. അങ്ങനെയുള്ള കുറേ പോസിബിലിറ്റീസ് ഉണ്ട് വിച്ച് ഒരു ടിപ്പിക്കലി ലൈക്ക് ഒരു കോയിൽ ബേസ് ഹീറ്റിങ്ങിൽ പറ്റാത്ത. ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു നാനോ മെറ്റീരിയലാണ്. അപ്പം ഇതിൻ്റെ ഒരു നാനോ മെറ്റീരിയൽ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, ഇതെങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അപ്പോൾ അതിൽ കുറേ സയൻസ്, ടെക്നോളജി, എൻജിനീയറിങ് എല്ലാം അതിൻ്റെ അകത്ത് പോകും. അപ്പോൾ അങ്ങനെ ഒരു സയൻറ്റിഫിക് ആയിട്ട് ഡെവലപ്പ് ചെയ്തൊരു സാധനത്തിൽ നിന്നാണ് നമ്മളൊരു പ്രൊഡക്റ്റിലോട്ട് അതിനെ കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ പ്രോപ്പർട്ടീസ് നോക്കി ആ പ്രോപ്പർട്ടീസിനെ എങ്ങനെ ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം എന്നുള്ളൊരു തോട്ട് പ്രോസസ്സാണ് ഇവിടെയും വരുന്നത്. ഇത് അനദർ എക്സാമ്പിൾ. ഒരു ബാറ്ററി വെച്ചിട്ട് ഒരു ഹീറ്റർ വാട്ടർ ബോട്ടിൽ ഉണ്ടാക്കാൻ പറ്റുമോ ഗ്രാഫീൻ വെച്ചിട്ടുള്ള, അതിൻ്റെ ഒരു എക്സാമ്പിളാണ്. ഇത്തിരി കൂടെ ഹയർ ടെമ്പറേച്ചർ യൂസ് ചെയ്യാം. ഈവൻ ലാപ്ടോപ്പിൻ്റെ USB കണക്ടർ വെച്ചിട്ട് വേണമെങ്കിൽ ഇതിനെ ഹീറ്റ് ചെയ്യാം. ബാറ്ററി വെച്ചിട്ട് വേണമെങ്കിൽ ഹീറ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെ പല ഓപ്ഷൻസിൽ. അപ്പോൾ യാത്രയ്ക്കൊക്കെ പോവുകയാണെങ്കിൽ ജസ്റ്റ് ബാറ്ററി മാത്രം ക്യാരി ചെയ്യുകയാണെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ഹീറ്റ് ചെയ്യാം. മറ്റേത് നമ്മളൊരു നോക്കി കഴിഞ്ഞാൽ AC പവർ കാണണം, അതിനൊരു കണക്ടർ വേണം, അങ്ങനത്തെയൊക്കെ ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ വേണമെങ്കിൽ ഈ ഒരു ഡിസൈനിൽ ചെയ്യാൻ പറ്റും. ഇതേ സാധനം ഈ ഗ്രാഫീൻ എങ്ങനെ ഉണ്ടാക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല രീതിയിൽ ഉണ്ടാക്കാം. അപ്പോൾ അതിലൊരു എക്സാമ്പിൾ വേണമെങ്കിൽ പ്ലാസ്റ്റിക് വേണമെങ്കിൽ ഈ ഗ്രാഫീനായിട്ട് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ കാർബണുള്ള മിക്ക സാധനങ്ങളെയും നമുക്ക് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് അതിൽ നിന്ന് വേണമെങ്കിൽ ഗ്രാഫീൻ ലെയേഴ്സ് വേണമെങ്കിൽ ഫോം ചെയ്യാൻ പറ്റും. ആൻഡ് ഒബ്വിയസ്ലി ആ ലെയേഴ്സ്, ആ ഗ്രാഫീൻ കിട്ടിക്കഴിഞ്ഞാൽ അത് വെച്ചിട്ട് ഇതേപോലെ കുറേ പ്രോഡക്ട്സ് നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ 2 കാര്യങ്ങളാണ് ഇവിടെ സോൾവ് ചെയ്യാൻ നോക്കുന്നത്. ഒന്നുള്ളത് പ്ലാസ്റ്റിക് വേസ്റ്റിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യും, വേറെ ഒന്നുള്ളത് അതിനെ എങ്ങനെ ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആക്കി മാറ്റാൻ പറ്റും. ഈ 2 കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ടെക്നിക്കൂടെ സോൾവ് ചെയ്യാൻ നോക്കുന്നത്. സോ അതാണ് ടോട്ടൽ. അത്രേ വെച്ചിട്ടുള്ളൂ. ലൈക്ക് ഐ ലീവ് റെസ്റ്റ് ഓഫ് ടൈം ഞാനൊരു Q&A എടുക്കാൻ വേണ്ടിയിട്ട് വിടാം. സോ ഓക്കെ, താങ്ക് യു വെരി മച്ച് സാർ. രാമോ സാർ, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാം, സാർ അതിന് ആൻസർ ചെയ്യും. ഞാൻ അതിലേക്ക് വരുന്നു. ചോദ്യോത്തരങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് ഇതിൻ്റെ പ്രോസസ്സിനെ കുറിച്ച് 2 വാക്ക് പറഞ്ഞിട്ട് ചോദ്യോത്തരങ്ങളിലേക്ക് പോകാം. എല്ലാവരും ചോദ്യങ്ങളുമായിട്ട് റെഡിയായിട്ട് നിൽക്കുക. നമുക്കൊരു 10-15 മിനിറ്റ് എങ്കിലും നമുക്ക് ചോദ്യങ്ങൾ ചോദിച്ച് നമ്മുടെ സംശയങ്ങൾ നിറവേറ്റാം. പ്രത്യേകിച്ചും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതുപോലെ ആശയങ്ങളിൽ നിന്ന് ഉൽപ്പന്നങ്ങളിലേക്കുള്ള സംഗതികൾ, അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിൽ കാണുന്ന ചില ഒഴിവാക്കാൻ പറ്റാത്ത ചില പ്രശ്നങ്ങൾ, ഇപ്പോൾ ഇവിടെ ചിത്രം വരച്ചത് വരെ ഉള്ള സംഗതികൾ, നമ്മൾ സമൂഹത്തിൽ കുറേ ആളുകൾ നിന്നൊരു ജോലി ചെയ്യുന്നതിൻ്റെ ഇടയിൽ ചെറിയ ഡിസ്ട്രാക്ഷൻസ് വരികയാണ്. ഇപ്പോൾ ആഫ്രിക്കയിൽ ട്രാൻസ്ഫോമർ ചെമ്പും എണ്ണയും എടുക്കുന്ന കാര്യം അദ്ദേഹം പറഞ്ഞപ്പോൾ എനിക്ക് അനുഭവം ഉണ്ടായിട്ടുള്ളതാണ്. ഞാൻ UN കൺസൾട്ടൻ്റായി 10-15 വർഷങ്ങളോളം ആഫ്രിക്കയിലുള്ള പല രാജ്യങ്ങളിലും പോയപ്പോൾ അവിടെ കണ്ടിട്ടുള്ളൊരു സംഗതി എന്താണെന്ന് വെച്ചാൽ, അവിടെ കരണ്ടുള്ള സ്ഥലങ്ങൾ തന്നെ വളരെ കുറവാണ്. പക്ഷേ ആ കരണ്ട് പലപ്പോഴും മണിക്കൂറുകളോളം മുടങ്ങും. അത് ഈ കള്ളന്മാർക്കറിയാം. അപ്പോൾ അവരെന്താ ചെയ്യാന്ന് പറഞ്ഞാൽ, ആ കരണ്ട് പോയ ഉടനെ തന്നെ പോസ്റ്റിന് മേലെ കയറി ഈ ട്രാൻസ്ഫോമർ അഴിച്ച് താഴെ കൊണ്ടുവന്ന് അതിലത്തെ ചെമ്പ് മുഴുക്ക വേറെ എടുത്ത് അത് ഉരുക്കാൻ കൊണ്ടുപോകും. പിറ്റേന്ന് നാളെ നേരം വെളുക്കുമ്പോഴേക്ക് അവിടുത്തെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് പറയുന്നത്, ഇന്ന് ഇപ്പം രാത്രി 7 മണിക്ക് അല്ലെങ്കിൽ 8 മണിക്ക് ഈ കറണ്ട് പോയി കഴിഞ്ഞാൽ ഈ എടുത്തിരിക്കുന്ന സാധനത്തിനെ മെറ്റീരിയലാക്കിയിട്ട് എണ്ണ വേറെയും കോപ്പർ വേറെ, ഇത് രണ്ടും വിലയുള്ളതാണ്, വളരെയധികം വിലയുള്ളതാണ്. ഇതിനെ കോപ്പറിനെ ഉരുക്കിയിട്ട് രൂപമാറ്റം വരുത്തി ആ രാജ്യത്തിൻ്റെ അതിർത്തി കടത്തി ചിലപ്പോൾ കപ്പൽ വേറെ മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുന്ന പരിപാടി വരെ ഒരു രാത്രി കൊണ്ട് അവർ ചെയ്യുന്നവരാണ് ഇത്. അപ്പോൾ അവിടെയാണ് അദ്ദേഹം പറഞ്ഞത്, ഇത് ഞാനും അന്ന് ആലോചിക്കാതിരിക്കും ഇതിനിപ്പോൾ എന്തോ വഴി ഒന്നും ചെയ്യില്ല. പക്ഷേ അദ്ദേഹം പറയുന്നു, ഇവിടെ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി യൂസ് ചെയ്ത്, സെൻസേഴ്സ് യൂസ് ചെയ്ത് നമുക്ക് ഇതിന് ദൂരെ ഇരുന്നുകൊണ്ട് തന്നെ പരിഹാരമുണ്ടാക്കാം.
ഇത് തന്നെ കമ്പി മുറിഞ്ഞു പോയ ലൈനിൽ കൂടിയും കമ്മ്യൂണിക്കേഷൻ ചെയ്യാനുള്ള മാർഗങ്ങൾ ഇന്നുണ്ട്. അപ്പം അങ്ങനെ ആധുനിക ടെക്നോളജികൾ ഉപയോഗിച്ച് നമുക്ക് എങ്ങനെയാണ് സമൂഹത്തിലുള്ള പ്രശ്നങ്ങൾ, ഇതുപോലെ തന്നെയാണ് ഈ മലിനീകരണം, ദൂരത്തുള്ള ഒരു മലിനീകരണത്തെ നമുക്ക് എങ്ങനെ അകലെ നിന്ന് നിയന്ത്രിക്കാം, മോണിറ്റർ ചെയ്യാം, എവിടുന്നാണ് എന്ന് കണ്ടുപിടിക്കാം എന്നുള്ളതൊക്കെ തന്നെ ഇന്നുള്ള ടെക്നോളജികൾ ഉപയോഗിച്ച് നമുക്ക് വളരെ എളുപ്പം ചെയ്യാൻ പറ്റുന്ന സംഗതിയാണ്. അതിൻ്റെ പ്രൊസീജിയറാണ് യഥാർത്ഥത്തിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇത് ഒരുപക്ഷെ എല്ലാ ഗ്രൂപ്പുകൾക്കും വളരെയധികം ഉപയോഗപ്രദമായിരിക്കും. നമ്മൾ താഴ്ന്ന ക്ലാസ്സിലുള്ളവർക്ക് ആദ്യ ഭാഗത്ത് പറഞ്ഞിട്ടുള്ള ചില ആശയങ്ങൾ വളരെ വിലപ്പെട്ടതായിരിക്കും. അവരുടെ പ്രോസസ്സ് അങ്ങനെ തന്നെയാണോ എന്നുള്ളത് അവർ ചെക്ക് ചെയ്യുക. ഇല്ലെങ്കിൽ അതിൽ വിട്ടുപോയ കാര്യങ്ങളോട് ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് ഇപ്പോഴേ ഏറ്റവും വലിയ പ്രശ്നം എങ്ങനെയാണ് അവർക്ക് ചുറ്റും കാണുന്ന പ്രശ്നങ്ങൾക്ക് ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ എങ്ങനെ ഒന്ന് ഇന്നവേറ്റ് ചെയ്യും എന്നുള്ളതാണ് അവരുടെ പ്രശ്നം. അതിനുള്ള യഥാർത്ഥമായിട്ടുള്ള വഴി അദ്ദേഹം വളരെ എളുപ്പത്തിൽ പറഞ്ഞു തന്നിരിക്കുകയാണ്. അവസാന ഭാഗത്ത് വരുന്നത് ഒരുപക്ഷെ എഞ്ചിനീയറിംഗ് കോളേജുകൾ, അതുപോലെ തന്നെ റിസർച്ച് ഫെസിലിറ്റീസ് ഉള്ള സയൻസ് കോളേജുകൾ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലുള്ള ആളുകൾക്കൊക്കെ തന്നെ ഈ അവസാന ഭാഗത്ത് പറഞ്ഞിട്ടുള്ള ചില ടെക്നോളജികളുടെ ഉപയോഗം, ഇനി എമർജ് ചെയ്യുന്ന ടെക്നോളജികൾ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളത് ഈ പ്രോജക്റ്റിലും നിങ്ങൾക്ക് ഉൾക്കൊള്ളിക്കാൻ വേണ്ടുന്ന വിവരം ഒക്കെ ഉണ്ട്. ഇതിൻ്റെ വീഡിയോ വരുമ്പോൾ, നിങ്ങൾക്ക് യൂട്യൂബിൽ വരുമ്പോൾ നിങ്ങൾ 2ഉം 3ഉം തവണ ഇത് വായിച്ചു നോക്കി പഠിക്കുകയും അപ്പോഴും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ആ സംശയങ്ങളൊക്കെ ചോദിക്കുകയും വേണം. എന്നിരുന്നാലും ഇപ്പോൾ ഉടനെയുള്ള സംശയങ്ങൾ നിങ്ങൾ അദ്ദേഹത്തിൻ്റെ വിലപ്പെട്ട സമയം നമുക്ക് കുറച്ച് നേരത്തെ കിട്ടിയിരിക്കുകയാണ്. അതുകൊണ്ട് ഒരു 15 മിനിറ്റെങ്കിലും നമുക്ക് വളരെ പെട്ടെന്ന് ചോദ്യങ്ങൾ ചോദിക്കണം. എന്നിട്ട് അതിന് വളരെ ഹ്രസ്വമായിട്ടുള്ള മറുപടി അദ്ദേഹം പറയും. ഇനി വളരെ കൂടുതൽ നീളമുള്ള ഉത്തരം ആവശ്യമുണ്ടെങ്കിൽ അത് നിങ്ങൾ ഇമെയിലിൽ കൂടിയോ അല്ലെങ്കിൽ ഞങ്ങളെ അറിയിച്ചാൽ മതി. ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് പിന്നീട് ഉത്തരങ്ങൾ വാങ്ങിച്ച് നിങ്ങൾക്ക് തരുന്നതുമായിരിക്കും. പക്ഷേ എന്നിരുന്നാലും ഒട്ടേറെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഉടനെ തന്നെ ചോദിച്ച് പരിഹരിക്കാൻ പറ്റും. അതിലേക്ക് നിങ്ങൾ ക്ഷണിക്കുകയാണ്. ആരാണ് റെഡി ആയിരിക്കുന്നത് അൺമ്യൂട്ട് ചെയ്യുക, ഉടനെ ചോദിക്കുക. ചോദ്യം ചാറ്റ് ബോക്സ് കിടക്കുന്ന അഖിൽ സർ, ഈസ് കാർബൺ ക്യാൻ ചേഞ്ച് ടു ഗ്രാഫീൻ? അതെ, കാർബൺ ഡയറക്റ്റ്ലി അങ്ങനെ നമുക്ക് കൺവേർട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ കാർബൺ ഉള്ള മെറ്റീരിയൽസിനെ കൺവേർട്ട് ചെയ്യാൻ പോസിബിൾ ആണ്. എവിടെയൊക്കെ കാർബൺ ഉണ്ടോ, ഏതൊക്കെ മെറ്റീരിയലിലുണ്ടോ, ഇപ്പോൾ ഒന്നില്ലെങ്കിൽ ഒരു കെമിക്കൽ പ്രോസസ്സ് കൂടെ നമുക്ക് കൺവേർട്ട് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ കാർബൺ ഉള്ള മെറ്റീരിയൽസിനെ ബ്രേക്ക് ഡൗൺ ചെയ്തുകൊണ്ട് അത് ഹീറ്റ് കൊണ്ടിട്ടോ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി പാസ് ചെയ്തുകൊണ്ടോ ഒക്കെ അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് കാർബണിനെ സെപ്പറേറ്റ് ചെയ്ത് ഗ്രാഫീൻ ലേയേഴ്സ് ആയിട്ട് ഫോം ചെയ്യാൻ പറ്റും. ഓക്കെ സാർ, താങ്ക് യു. ടീച്ചേഴ്സിനും ചോദിക്കാം കേട്ടോ. സാറേ, ഇതുപോലത്തെ ഉപകരണങ്ങൾ ഇനിയും കുറെ ഉണ്ടാക്കാൻ കഴിയുമോ? അതെ, നമ്മളത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോബ്ലം എടുത്തു കഴിഞ്ഞാൽ, ഒരു റിയൽ ആയിട്ടൊരു പ്രോബ്ലം എടുത്തു കഴിഞ്ഞാൽ അതിന് മൾട്ടിപ്പിൾ സൊല്യൂഷൻസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. റൈറ്റ്? അപ്പോൾ ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി നോക്കുന്നതായിരിക്കാം. പക്ഷെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ പ്രോഡക്ട്സ് വേണമെങ്കിൽ അതിൽ ഉണ്ടാക്കാൻ പറ്റും. അപ്പം പ്രോബ്ലം ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ പല ടൈപ്പ് പ്രോഡക്ട്സ് അതിൽ ഫോം ചെയ്യാൻ പറ്റും. അപ്പം നമ്മുടെ കയ്യിൽ ചിലപ്പോൾ ഒരു മെറ്റീരിയൽ ഉണ്ടാവും, സേ ഒരു നാനോ മെറ്റീരിയൽ, ഒരു ഗ്രാഫീൻ ഉണ്ടാവും. പക്ഷെ ആ ഗ്രാഫീൻ്റെ പ്രോപ്പർട്ടീസ് എടുത്ത് നോക്കുമ്പം അതിന് ചിലപ്പോൾ കണ്ടക്ടിവിറ്റി ഉണ്ടാവും, ഇലക്ട്രിസിറ്റി ആയിട്ട് നല്ലോണം കണ്ടക്ട് ചെയ്യുന്നതായിരിക്കാം. ചിലപ്പോൾ അതിൻ്റെ ടെമ്പറേച്ചർ സെൻസിറ്റിവിറ്റി കൂടുതലായിരിക്കും. നേരത്തെ ആ ഹീറ്ററിൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞ പോലെ. അപ്പോൾ ഏതാണ് അതിൻ്റെ ഒരു പ്രോപ്പർട്ടി നമ്മൾ നോക്കുന്നത്, അതിനനുസരിച്ച് ആ ഒരു പ്രോഡക്റ്റിൽ നമുക്ക് ഇന്നോവേഷൻ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് പുതിയ പ്രോഡക്റ്റുകളായിട്ട് അത് മാറും. എനിക്കൊരു ചോദ്യമുണ്ട്. ഒരു 1 സെക്കൻഡ്, ഞാൻ സാറിനെടുക്ക ഒരു ചോദ്യം ചോദിക്കുകയാണ്. അടുത്ത ചോദ്യം നിങ്ങൾ ഇത് കഴിഞ്ഞ ഉടനെ വന്നോളൂ. നേരത്തെ അവിടെ ഹീറ്ററിൻ്റെ ഒരു ഉദാഹരണം കാണിച്ചു, വളരെ ഗ്രഫീൻ യൂസ് ചെയ്തിട്ടുള്ള ഹീറ്ററിൻ്റെ. ഇത് ഈ ചില ഡിഫക്ട്സോട് കൂടി ജനിക്കുന്ന അല്ലെങ്കിൽ മാസം തികയാതെ ജനിക്കുന്ന കുട്ടികളെ ഹീറ്റിംഗ്
ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ചേംബറിൽ വെച്ചിട്ട് താപവും ഇതൊക്കെ കൺട്രോൾ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അവിടെയൊക്കെ ആകുമ്പോൾ കുറഞ്ഞ ഊർജത്തിലും അപകടരഹിതമായിട്ടും ഹീറ്റ് ചെയ്യാനിത് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. ഇതേപോലെ തന്നെ ബ്ലൂ ബേബീസ് ജനിക്കുന്നത് അവരുടെ കാലിൻ്റെ അടിയിൽ ചെറിയ ഒരു 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 എന്താ പറയേണ്ട ഒരു വൈബ്രേഷൻ പോലെ ഒരു ചെറിയ വളരെ ഇത് കൊടുത്താൽ ഈ ബ്ലൂ ബേബി വഴിക്ക് കുട്ടികൾ മരിച്ചു പോകുന്നത് അവോയ്ഡ് ചെയ്യാമെന്ന് ഇതിനു മുമ്പ് ഞങ്ങളൊരു ഇന്നൊവേഷൻ കോൺടെസ്റ്റിൽ ഒരു ഉത്തരം കുറച്ച് 3-4 പെൺകുട്ടികളുടെ ഒരു ഗ്രൂപ്പ് കണ്ടെത്തിയിരുന്നു. അവിടെയും എനിക്ക് തോന്നുന്നത് ഈ രീതിയിലുള്ള ഈ കുറഞ്ഞ ഊർജം, അപകടരഹിതമായിട്ടുള്ള വോൾട്ടേജ് ഇങ്ങനെയൊക്കെ ഉള്ളത് ഇത്തരത്തിലുള്ള ഒരുപാട് മെഡിക്കൽ സൊല്യൂഷൻസിന് വളരെ അധികം ഹെൽപ്ഫുൾ ആണെന്ന് തോന്നുന്നു. ആ രീതിയിൽ കൂടി ഒരുപക്ഷെ നിങ്ങളുടെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയിലുള്ള ഗവേഷണം തിരിച്ചുവിടാനും ആ രീതിയിലുള്ള സൊല്യൂഷൻസ് നമ്മൾ ഇതിൽ പ്രോജക്റ്റ് ചെയ്യുന്ന ചില കുട്ടികൾ അതിനെക്കുറിച്ച് കൂടി വളരെ ഗൗരവമായിട്ട് ചിന്തിക്കണം. അതൊരു പക്ഷേ ഇപ്പോൾ എമർജ് ചെയ്യുന്ന ഒരു മേഖലയാണ് ഗ്രാഫീൻ. അപ്പോൾ അതിന് നമുക്ക് ഇപ്പോൾ തന്നെ ഉള്ള പല പ്രശ്നങ്ങൾക്കും പരിഹരിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. സാറിൻ്റെ ഒരു നോഡാണ് എനിക്ക് ആവശ്യം, സോ ദാറ്റ് നമ്മളെ കുട്ടികൾക്ക് അതിലേക്ക് ശ്രദ്ധിക്കാമെന്നുള്ളത്. ഡെഫിനറ്റ്ലി നമ്മൾ നോക്കുന്നതും ആപ്ലിക്കേഷൻസ് ആ ഒരു രീതിയിലുള്ള ഒരു ആപ്ലിക്കേഷൻസ് ആണ്. ഡയറക്റ്റ് നമ്മുടെ ഇൻക്ലൂഡിങ് നമ്മുടെ പല ട്രഡീഷണൽ ഇൻഡസ്ട്രീസിലൊക്കെ എങ്ങനെ ഇത് യൂസ്ഫുൾ ആവാം. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ വുഡൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ട്രഡീഷണൽ വുഡ് ഇൻഡസ്ട്രീസ് ഉണ്ട്. നമ്മൾ ഒരു പ്രോഡക്റ്റ് ഇറക്കിയത് ഫയർ റിട്ടാർഡൻ്റ് ആയിട്ടുള്ള പെയിന്റ് ആണ്. ഗ്രാഫീൻ മിക്സ് ചെയ്തിട്ടുള്ള ഒരു പെയിന്റ് വളരെ ഒരു സിംഗിൾ കോട്ട് അടിച്ചാൽ മതി, അത് ഫയർ റെസിസ്റ്റൻ്റ് ആവും. അപ്പം ഫയർ റെസിസ്റ്റൻ്റ് ആവുന്ന മാത്രമല്ല, ലൈക്ക് വാട്ടറിൻ്റെ അബ്സോർപ്ഷനൊക്കെ വല്ലാതെ കുറയും. അപ്പം ഒരു വുഡിൻ്റെ ലൈഫൊക്കെ കൂടും. അപ്പോൾ അങ്ങനത്തെ നമ്മുടെ ട്രഡീഷണൽ ഇൻഡസ്ട്രീസിലും ഡയറക്റ്റ് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സൊല്യൂഷൻസ് ആണ് നോക്കുന്നത്. ഡയറക്റ്റ് ഹ്യൂമൻ ലൈഫിനെ എഫക്റ്റ് ചെയ്യുന്ന സാധനങ്ങളും പിന്നെ അതുകൂടാതെ ഇങ്ങനത്തെ നമ്മുടെ എക്സിസ്റ്റിംഗ് ഇൻഡസ്ട്രീസിനും പ്രോബ്ലംസിനെ എങ്ങനെ സോൾവ് ചെയ്യാം, ആ ഒരു ഫോക്കസിലാണ് ഇതെല്ലാം ചെയ്യാൻ നോക്കുന്നത്. എനിക്ക് തോന്നുന്നു ലോ ക്വാളിറ്റി ടിമ്പറിനെ നമുക്ക് അതിൻ്റെ ഏറ്റവും വലിയ ദോഷം അത് നശിച്ചു പോകും, അതിനെ കുത്തിപ്പോകുന്നൊക്കെ ഉള്ളതാണല്ലോ അതിൻ്റെ പ്രശ്നങ്ങൾ. അതൊക്കെ അവോയ്ഡ് ചെയ്യാൻ ഇതുപോലെയുള്ള ടെക്നോളജികൾ വഴിക്ക് നമുക്ക് അതിൻ്റെ വാല്യൂ കൂട്ടാൻ സാധിക്കുമെന്ന് തോന്നുന്നു. കാരണം അതൊരു അഗെയിൻ നല്ലൊരു പോസിബിലിറ്റി ഉണ്ട്. വേറെ ആരോ അതിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു, ദയവീത് വരിക പ്ലീസ്. സിദ്ധാർത്ഥ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു സാർ. പറഞ്ഞു. ഈ പ്ലാസ്റ്റിക്കിനെ ഗ്രാഫീനാക്കി മാറ്റാൻ പറ്റുമോ? പ്ലാസ്റ്റിക് ബേൺ ചെയ്ത്? അതെ അതെ അതെ. അതെങ്ങനെയാണെന്ന് പറയാമോ? പ്ലാസ്റ്റിക്കിനെ കൺവേർട്ട് ചെയ്യാൻ പല മെത്തേഡ്സ് ഉണ്ട്. അപ്പോൾ ഇതിൽ ഈ പ്ലാസ്റ്റിക് എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ അകത്തും കാർബൺ കണ്ടന്റ് ഉള്ളതാണ്. അപ്പോൾ ഈ കാർബണിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് എടുക്കുക എന്നുള്ളതാണ് അതിലെ പ്രോസസ്സ്. അപ്പം മിക്കതും ഈ കൺവേർഷൻ നടക്കുന്നത് കാർബൺ ആയിട്ട് തന്നെ ഡയറക്റ്റ്ലി കൺവേർട്ട് ആവുകയല്ല. മിക്ക സമയത്തും നമ്മൾ ഈ ഒരു കെമിക്കൽ മെത്തേഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ അതിനൊരു ഗ്രാഫീൻ ഓക്സൈഡ് ആയിട്ട് മാറുമോ, എന്നിട്ട് അതിനെ റെഡ്യൂസ് ആ ഓക്സൈഡ് കണ്ടന്റ് അതിൽ നിന്ന് മാറ്റി കഴിയുമ്പോൾ നമ്മൾ ക്ലോസർ ടു ഒരു ഗ്രാഫീനായിട്ട് മാറും. അതാണ് ഒരു ഓപ്ഷൻ. വേറെ ഒരു ഇലക്ട്രിസിറ്റി, ഹൈ വോൾട്ടേജ് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ അതിലെ കറണ്ട് കൊണ്ടിട്ട് ഹീറ്റ് ജനറേറ്റ് ചെയ്ത് ഹീറ്റിൽ നിന്നും അതിനെ മോളിക്യൂൾസിനെ സ്പ്ലിറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ബേൺ ചെയ്ത് പറ്റുമോ? ബേൺ ചെയ്യാൻ നേരത്ത് പറ്റത്തില്ല. ഡയറക്റ്റ് നമ്മൾ പ്ലാസ്റ്റിക്കിനെ ബേൺ ചെയ്ത് കഴിഞ്ഞാൽ കാർബണിന്റെ വേറൊരു ഫോമിലോട്ടാണ് മാറുക അത്. ആൻഡ് ദെൻ അത് പൊല്യൂഷനും അല്ലേ. അപ്പൊ നമ്മൾ എന്ത് സാധനവും ചെയ്യാൻ നേരത്ത് ആ ഒരു കൺവേർഷൻ ചെയ്യാൻ നേരത്ത് ഒരു പൊല്യൂഷൻ ഫ്രീ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ആ കൺവേർഷനിൽ നോക്കേണ്ടത്. ഇല്ലെങ്കിൽ അത് സസ്റ്റൈനബിൾ ആവത്തില്ല. ഓക്കെ സാർ. ജെയിനേഷ് ലേക്ക്ഫോർഡ് സ്കൂളിലെ പറഞ്ഞോ. സർ, ഈ ഗ്രാഫീൻ ലാർജ് സ്കെയിലിൽ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ വരുന്ന ചാലഞ്ചസ് എന്തൊക്കെയാണ് സർ? ഗ്രാഫീൻ ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ, ഗ്രാഫീൻ്റെ ക്വാളിറ്റി അനുസരിച്ചിട്ടാണ് അതിൻ്റെ ചാലഞ്ചസ് മാറുന്നത്. ഇപ്പം ഒരു സിംഗിൾ ലെയർ ഓഫ് ഗ്രാഫീൻ കിട്ടണമെങ്കിൽ നമ്മൾ ഇന്ന് യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് ഒരു കെമിക്കൽ വേപ്പർ ഡെപ്പോസിഷൻ, ഒരു കെമിക്കൽ മെത്തേഡാണ് കെമിക്കൽ വേപ്പർ ഡെപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് ഒരു സിംഗിൾ ലെയർ ഒരു ഷീറ്റ് ഓഫ് ഗ്രാഫീൻ ഉണ്ടാക്കണമെങ്കിൽ നല്ല ക്ലീൻ ആയിട്ടുള്ളൊരു എൻവയോൺമെൻറ്റ് വേണം.
എന്ന് വെച്ചാൽ ഒരു ഡസ്റ്റ് പാർട്ടിക്കിൾസും ഒന്നും കയറാത്ത ഒരു എൻവയോൺമെന്റ് വേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഒരു എൻവയോൺമെന്റ് സെറ്റ് ചെയ്യണമെങ്കിൽ അത് എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു മെക്കാനിസമാണ്. പിന്നെ അതേപോലെ ഒരു സിംഗിൾ ലെയർ ഓഫ് ഗ്രാഫീൻ ഏതെങ്കിലും ഒരു സർഫസിന്റെ മുകളിലായിരിക്കും ആ ലെയർ ഫോം ചെയ്യുന്നത്. അപ്പോൾ അതിനെ നമ്മൾ സബ്സ്ട്രേറ്റ് എന്ന് പറയും. ആ സബ്സ്ട്രേറ്റ് നിന്ന് ഇതിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കാനാണെങ്കിലും അത്ര ഈസി ആയിട്ടുള്ള ഒരു സാധനമല്ല. അപ്പോൾ അങ്ങനെയും അതിൻ്റെ എക്സ്പെൻസ് കൂടും. അപ്പം ഒരു ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഒരു സിംഗിൾ ലെയർ ഓഫ് ഗ്രാഫീൻ എടുക്കുകയാണെങ്കിൽ അത് നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. എന്നാൽ ഗ്രാഫീൻ്റെ പ്രോപ്പർട്ടി നമുക്ക് പോവാതെ തന്നെ മൾട്ടിപ്പിൾ ലെയേഴ്സിലും ഈ പ്രോപ്പർട്ടീസ് പലതും കാണും. ഒരു 7 ലെയർ 10 ലെയറൊക്കെ ഉണ്ടെങ്കിലും ഈ പ്രോപ്പർട്ടീസ് നമുക്ക് പിന്നെയും കാണാൻ പറ്റും. അപ്പോൾ 7 ലെയറോ അല്ലെങ്കിൽ 10 ലെയറോ ഉള്ള ഗ്രാഫീൻ ഉണ്ടാക്കാനുള്ള മെത്തേഡ്സ് റിലേറ്റീവ്ലി ഈസിയർ ആണ്. അപ്പോൾ കോസ്റ്റും കുറവായിരിക്കും. അപ്പോൾ അതിന് ഇഷ്ടംപോലെ ആപ്ലിക്കേഷൻസും ഉണ്ട്. അപ്പോൾ ലാർജ് വോളിയം പ്രൊഡക്ഷന് ഈ 7 ലെയറോ 10 ലെയറോ പോകണമെങ്കിൽ അത് റിലേറ്റീവ്ലി ഈസിയർ ആണ്. ഒരു മെഗാ ടൺ ഓഫ് ഫെസിലിറ്റി ഉണ്ടാക്കാൻ പറ്റും. വേറേസ് ലൈക്ക് ഒരു സിംഗിൾ ലെയർ ഉണ്ടാക്കാനാണെങ്കിൽ അത് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അത് ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഒരു സെൻസർ എന്നുള്ള ആപ്ലിക്കേഷൻസിലൊക്കെ ആയിരിക്കും അത് മോർ സ്യൂട്ടബിൾ ആയിട്ട് വരിക. ആൻഡ് അതിന് ചിലപ്പം ഹ്യൂജ് വോളിയൂമും ആവശ്യം വരത്തില്ല. സാറിപ്പോ പറഞ്ഞതില് ഇന്റർനെറ്റ് വഴിയൊക്കെ അത് ചെയ്തെടുക്കാൻ കഴിയുമോ? ഏത് സാറിപ്പോ പറഞ്ഞത് ഇന്റർനെറ്റ് വഴി എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിച്ചേ? ഈ ലാപ്ടോപ്പ് അങ്ങനത്തെ ഒക്കെ സാധനങ്ങളിലൂടെ പ്രിന്റ് എടുത്തിട്ട് അത് ചെയ്തെടുക്കാനായിട്ട് കഴിയുമോ? ഈ ലാപ്ടോപ്പിൽ ചെയ്തിട്ട് പ്രിന്റ് എടുക്കുക അങ്ങനെയല്ല. അത് നമ്മൾ ലാബിലൊക്കെ ഈ കെമിക്കൽസ് കണ്ടിട്ടുണ്ടല്ലോ, റൈറ്റ്? അപ്പോൾ അങ്ങനത്തെ ഒരു ഫിസിക്കൽ ആയിട്ടുള്ളൊരു ഇപ്പോൾ നിങ്ങൾ 3D പ്രിന്റിങ് ചെയ്തിട്ട് ചിലർ ചെയ്യുമല്ലോ. അപ്പോൾ 3D പ്രിന്റിങ് ഉള്ള ഒരു കെമിക്കൽ ആണല്ലോ, ഒരു മെറ്റീരിയൽ ആണല്ലോ. അപ്പം ലാപ്ടോപ്പിലിരുന്ന് ഡിസൈൻ ചെയ്തിട്ട് അത് പ്രിന്റ് ചെയ്യുക എന്നുള്ളൊരു കോൺസെപ്റ്റ് അല്ല. അങ്ങനെ 3D പ്രിന്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ആൾക്കാർ നോക്കുന്നുണ്ട്. പക്ഷെ അതിന് ഒറിജിനലി ഗ്രാഫീൻ പ്രൊഡ്യൂസ് ചെയ്യണം. ആ ഗ്രാഫീൻ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ അത് ഒരു 5-6 ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മെത്തേഡ്സ് ഉണ്ട്. കെമിക്കൽ രീതിയിൽ ചെയ്യാം, പല ടൈപ്പ് കെമിക്കൽ മെത്തേഡ്സിൽ ചെയ്യാം. അല്ലെങ്കിൽ മെക്കാനിക്കലി അതിനെ റിമൂവ് ചെയ്തെടുക്കാം. ഒരു ഗ്രാഫൈറ്റ് എന്ന് മെക്കാനിക്കലി റിമൂവ് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടൈപ്പ് ഓഫ് ഡിപ്പോസിഷൻ, ഒരു സിലിക്കൺ കാർബൈഡിൻ്റെ മുകളിൽ ആ കാർബൺ ലെയർ ഫോം ചെയ്ത് അതിൽ നിന്ന് എടുക്കാം. അങ്ങനെ പല രീതിയിൽ നമുക്ക് ഗ്രാഫീൻ വേണമെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യാം. അതിന് വൺസ് പ്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം ഇതിനെ ഒരു ഫിലമെന്റ് ഫോമിലാക്കി കഴിഞ്ഞാൽ അതിനൊരു 3D പ്രിന്റ് ചെയ്തിട്ട് വേണമെങ്കിൽ ഈ ലാപ്ടോപ്പിലിരുന്ന് ചെയ്യുന്ന പോലെ ചെയ്യാൻ പറ്റും. ഓക്കെ സാർ. ഓക്കെ. ട്രാൻസ്ഫോമർ ഓയിലിന് പകരം വേറെ ഓയിൽ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. ട്രാൻസ്ഫോമർ ഓയിലിന്റെ പകരം വേറെ ഏതെങ്കിലും ഓയിൽ, വേറെ എന്തൊരു ഐറ്റം ഉപയോഗിക്കാവും? Can we use another liquid for the use of expensive liquid in transformer? അശ്വിനാണ് ചോദിച്ചിരിക്കുന്നത്. അശ്വിൻ നേരിട്ട് ചോദിച്ചോ? ട്രാൻസ്ഫോമർ ഓയിൽ പല ടൈപ്പ് ഓയിലുകളുണ്ട്, പക്ഷെ എല്ലാം എക്സ്പെൻസീവ് ആണ്. അതിന് നല്ലൊരു പ്രോബ്ലം ആണ് സോൾവ് ചെയ്യാൻ. ഓയിൽ ഇല്ലാതെ ട്രാൻസ്ഫോമറും ചിന്തിക്കാം. അങ്ങനത്തെ ഉണ്ട് ഇപ്പോഴും. അതെ, ഓയിലില്ലാത്ത ട്രാൻസ്ഫോമേഴ്സ് ഉണ്ട്. പക്ഷേ അതിന് കപ്പാസിറ്റി റേഞ്ച് ഒരുപാട് വ്യത്യാസം ഉണ്ടാവും. പക്ഷേ ഹൈ വോൾട്ടേജിലുള്ള ട്രാൻസ്ഫോമേഴ്സിനൊക്കെ ആകുമ്പോൾ കൂടിയ വിലയ്ക്കുള്ള ഇൻസുലേഷനും അതിലാകാം. കാരണം അതിൻ്റെ മൊത്തം വിലയുടെ ഒരു പെർസെൻറ്റേജേ വരുള്ളൂ. പൊതുവേ നേരെ മറിച്ച് നമ്മൾ പബ്ലിക് യൂസിനുള്ള സംഗതികളിൽ കഴിവതും ആ ഇതിൻ്റെ ഹീറ്റ് ട്രാൻസ്ഫർ എബിലിറ്റിയാണ് നമ്മൾ മിനറൽ ഓയിൽ ഇതിൽ യൂസ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം. അപ്പോൾ അതിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിൽ മോയ്സ്ചർ, പ്രത്യേകിച്ചും മഴ, നമ്മളെ പോലെയുള്ള കാലാവസ്ഥയിൽ ഓയിൽ ചീത്തയാകുന്നു. അതിനെ ഇടയ്ക്ക് വീണ്ടും 1-2 തവണയൊക്കെ നമുക്കതിനെ വീണ്ടും സർക്കുലേറ്റ് ചെയ്ത് പ്രത്യേക ഒരു മെഷീനിൽ കൂടി ഓടിച്ചിട്ട് രണ്ടാമത് ശരിയാക്കി വീണ്ടും റീഫിൽ ചെയ്യാനൊക്കെ പറ്റും.
പക്ഷേ അതിൻ്റെ ക്വാളിറ്റി പോകാതിരിക്കാൻ വേണ്ടുന്ന ചില പരിപാടികൾ ചെയ്യാം. അങ്ങനെ നമുക്ക് ആലോചിച്ചാൽ ഇത്തരം പുതിയ ടെക്നോളജികളിൽ നമുക്ക് ഒരുപാട് മേഖലകളിലേക്ക് കൊണ്ടുപോകാൻ കഴിയും. അപ്പം അത് അവിടെയാണ് നമ്മുടെ കുട്ടികളൊക്കെ ചിന്തിക്കേണ്ടത്. ആ രീതിയിലാണ്. കാരണം നമ്മൾ പൊതുവേ ഉള്ള ഒരു ചെറിയ ലളിതമായിട്ടുള്ള ഒരു സൊല്യൂഷന് പകരം ഇന്ന് നമുക്ക് ഒരുപാട് ടെക്നോളജികൾ, അവിടെയാണ് നമ്മൾ ഇതുപോലെയുള്ള വിദഗ്ധന്മാരുടെ പ്രഭാഷണത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് എങ്ങനെ നമുക്ക് ഈ ആശയങ്ങളെ നമ്മുടെ പ്രശ്നങ്ങളുടെ അടുത്ത് കൊണ്ടുപോയി അത് പരിഹരിക്കാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളതിന് ഒരു ധൈര്യം തരലാണ് സത്യത്തിൽ ഈ ടോക്ക് കൊണ്ട് വരുന്നത്. അതുകൊണ്ട് ഇനിയും ഉണ്ടെങ്കിൽ ഒരു 2-3 മിനിറ്റിനകം പെട്ടെന്ന് നിങ്ങളുടെ മറ്റു ചോദ്യങ്ങൾ കൂടി ചോദിക്കുക. ഇനി കൂടുതൽ ചോദ്യങ്ങളില്ലെങ്കിൽ പിന്നീട് വരുന്ന ചോദ്യങ്ങൾ നിങ്ങൾ എഴുതി അയച്ചു തരിക. ഞങ്ങൾ സാറുമായിട്ട് ബന്ധപ്പെട്ട് അതിന് വേണ്ടിയുള്ള മറുപടി നിങ്ങൾക്ക് വാങ്ങിച്ചു തരും. നിങ്ങൾ അപ്പോൾ നിങ്ങളുടെ കറക്റ്റ് ഇമെയിൽ അല്ലെങ്കിൽ വാട്സപ്പ് കോണ്ടാക്റ്റുകൾ തരണം. ഞങ്ങളുടെ ആർക്കാണ് ഈ സംശയമുള്ളത് അത് നേരിട്ട് അയക്കാൻ വേണ്ടി അത് നിങ്ങളുടെ ടീച്ചർ വഴിക്കോ അല്ലെങ്കിൽ നിങ്ങൾ നേരിട്ടോ നിങ്ങൾക്ക് എഴുതി അറിയിക്കാം. അപ്പോൾ അടുത്തതായിട്ട് ഒരു ചോദ്യം കിടക്കുന്നത് ഹൂ ഇൻവെന്റഡ് ട്രാൻസ്ഫോമർ? അത് ഇവിടെ സാറിനോട് ചോദിക്കേണ്ട ചോദ്യമല്ലാതെ അത് നമ്മുടെ പുസ്തകങ്ങളിലോ അല്ലെങ്കിൽ നെറ്റിലോ നോക്കിയാൽ നമുക്ക് ഉടനെ കിട്ടുന്ന സംഗതിയാണ്. അദ്ദേഹത്തിന് ഏർലിയർ ഡിസൈൻ ഉള്ളത് നിക്കോള ടെസ്ല ആണ് ഒരാള്. ടെസ്ല കോയിലൊക്കെ ചെയ്തേക്കുന്നത് നിക്കോള ടെസ്ല. പിന്നെ അതുകൂടാതെ ഓട്ടോ ബാറ്റ്ലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കക്ഷിയാണ്. അതിന് പുറമെ റഷ്യൻ സൈഡിൽ നിന്ന് ഒരാള് ഇതിന്റെ ഒരു ശാസ്ത്രജ്ഞൻ അന്ന് ഇൻഡിപെൻഡന്റ് ആയിട്ട് കണ്ടുപിടിച്ചിരുന്നു. അത് ഇൻഡക്ഷൻ മോട്ടറിനും ഇതേപോലെ തന്നെയുള്ള ഡൊലിവോ ഡൊബ്രോവോൾസ്കി എന്ന് പറഞ്ഞ ഒരാളാണ് അവിടെ ഇൻഡക്ഷൻ മോട്ടർ റഷ്യയിൽ കണ്ടുപിടിച്ചിരുന്നത്. നിക്കോള ടെസ്ല ഇവിടെയും പാരീസ് ഇന്റർനാഷണൽ കോർട്ടിൽ അതിനെക്കുറിച്ചൊരു കേസും ഉണ്ടായിരുന്നു. അപ്പോൾ ആ കാര്യങ്ങളിലേക്ക് നമുക്ക് പിന്നീട് പോകാം. ഇപ്പോൾ നമ്മൾ ഇന്നത്തെ ചർച്ച ഇതോടുകൂടി അവസാനിപ്പിക്കാം. അതിനു മുമ്പ് ഞാൻ ആലപ്പുഴ ജില്ലാ കോർഡിനേറ്ററും GEF-ന്റെ ജോയിന്റ് സെക്രട്ടറിയുമായിട്ടുള്ള ശ്രീ മധുകൃഷ്ണൻ നന്ദി പറയാൻ വേണ്ടിയിട്ട് ഞാൻ ക്ഷണിക്കുകയാണ്. മധു. നമസ്കാരം സാർ. നമസ്കാരം. ഞാൻ ചെറിയൊരു യാത്രയിലും കൂടി ആയിരുന്നു. പക്ഷെ ഞാൻ മുഴുവൻ ക്ലാസ്സും കേൾക്കാൻ പറ്റി. വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു എന്ന് മാത്രമല്ല, എന്താണ് പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നോവേഷന്റെ ഒരു റിയൽ ഒരു റൂട്ട് സാർ അത് വളരെ വ്യക്തമായി പറഞ്ഞു തന്നെ അർത്ഥം. എങ്ങനെയാണ് ഇന്നോവേഷനിലേക്ക് എത്തേണ്ടതെന്നുള്ളത് അത് നമ്മുടെ കുട്ടികൾക്ക്, പ്രത്യേകിച്ച് ഈ പ്രോജക്റ്റിൽ ഇരുന്ന കുട്ടികൾക്ക് വളരെ ഇൻഫോർമേറ്റീവ് ആവും. കുറച്ച് കുട്ടികളൊക്കെ ഇറക്കി കുസൃതി കാണിച്ചെങ്കിലും അങ്ങനെ കുസൃതിയായിട്ട് മാത്രം എടുക്കാൻ തൽക്കാലം. കുട്ടികളുടെ ഈ പരീക്ഷയുടെ ഇടയ്ക്കിലാണ് കുട്ടികൾ കയറുന്നത്. പ്രഷർ വർക്കിൻ്റെ ആയിരിക്കും എന്നൊക്കെ കരുതാം. എന്നാലും കുട്ടികളോട് കൂടി പറയുകയാണ്, കുറച്ച് കുസൃതിയേക്കാം. ഇത്തരം സീരിയസ് ആയ ക്ലാസ്സുകളിൽ ഒഴിവാക്കിയാൽ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിയും. അതിനുവേണ്ടി മനസ്സിലാക്കാൻ വേണ്ടി താല്പര്യത്തോടിരിക്കുന്ന കുട്ടികളും എൻ്റെ കൂടെയുണ്ട്. അവർക്കതൊരു ഇനിയുള്ള ക്ലാസ്സിൽ ഇത്തരം ശല്യങ്ങളാവാതിരിക്കാനും കൂടി ശ്രമിക്കുക. കുസൃതിയൊക്കെ നല്ലതാണ്. എന്നാലും ഞാൻ എൻ്റെ കത്തെഴുതിലേക്ക് കിടക്കട്ടെ. ഈ ക്ലാസ് വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു. ക്ലാസ്സിൽ എടുത്ത അലക്സ് സാർക്ക് ഇനിയും ഇത്തരം ക്ലാസ്സുകൾ കുറച്ചും കൂടി സീരിയസ് ആയിട്ടുള്ള സെക്ഷൻ ഇനിയും ഭാവിയിൽ ഉണ്ടാവണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടും വളരെയധികം നന്ദി പറയുന്നു. പിന്നെ ഈ പ്രോഗ്രാം വിക്കേറ്റ് സാറുണ്ട്, തോമസ് സാറുണ്ട്, പങ്കെടുത്ത അധ്യാപകരുണ്ട്, കുട്ടികളുണ്ട്. എല്ലാവർക്കും ഈ വൈകിയ വേളയിൽ ഒറ്റ വാക്കിൽ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഒരു കാലം നിർത്തുന്നു. ഒരു അനൗൺസ്മെന്റ് ഉണ്ട്. നമ്മള് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതിനകത്ത് യൂട്യൂബ് ചാനലില് നമ്മള് എല്ലാ ക്ലാസ്സും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ വന്നിരിക്കുന്ന ആൾക്കാരെ, കുട്ടികള് നിങ്ങളുടെ ഒരു വർക്ക് ബുക്ക് തന്നതിനകത്ത് ഈ വന്ന ക്ലാസ് അറ്റൻഡ് ചെയ്തതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾ റെക്കോർഡ് ചെയ്ത് വെക്കണം. അത് നമ്മുടെ ഇവാലുവേഷൻ അത് ശ്രദ്ധിക്കും. അമർ സാറിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാതെ മീറ്റിങ്ങുകളിലും പറയുന്നതാണ്. അതിപ്പോ കാരണം ഇപ്പൊ ഇതിനകത്ത് ഇപ്പം ഇത് റെക്കോർഡ് ചെയ്യുന്ന വന്നപ്പോഴത്തേക്ക് ആൾക്കാർ പങ്കെടുക്കാൻ കുറയുന്നതായിട്ട് തോന്നുന്നു. അപ്പൊ അത് നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇതിനകത്ത്. പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല സാർ. അപ്പൊ ഇനി നമുക്ക് നാളെ വീണ്ടും ക്ലാസ് ഉണ്ട്. നാളെ 6 മണിക്കാണ്. നാളത്തെ ക്ലാസ് 5:45 നാളത്തെ ക്ലാസ് 5:45 ലോഗിൻ ചെയ്യാം. 6 മണിയുണ്ട് 6 to 7.
അതുപോലെ അടുത്ത ആഴ്ചയിൽ വീണ്ടും നമ്മൾ എത്ര 3 ക്ലാസ് സാർ 3 ക്ലാസ് അല്ലേ അടുത്ത 3 ക്ലാസ്സുകൾ 3 ക്ലാസ് മൊത്തം നമ്മൾ 10 ക്ലാസ് ആണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് മൊത്തത്തില്. ഇത്രയും ഇൻഫോർമേറ്റീവുള്ള ഒരു നിങ്ങൾക്ക് ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് വേറൊരു സ്ഥലത്തുനിന്നും കിട്ടത്തില്ല. അതുകൊണ്ട് നിങ്ങൾ പരമാവധി ഇത് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യണമെന്നാണ് നമുക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്. ഇതിനകത്ത് ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ച് ഓട്ടോ താങ്ക്സ് കഴിഞ്ഞ് തന്നെ വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു ടോക്കായിരുന്നു സാറ് നടത്തിയത്. അലക്സ് സാറിന്റെ വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ളതും ഒരു ശരിക്കും ഒരു പാത്ത് വേ ടു ദ റിസർച്ച് അല്ലെങ്കിൽ പ്രോജക്ട് പ്രിപ്പറേഷനുള്ള ഒരു ഇൻഫർമേഷൻ കിട്ടി. കൂടുതലൊന്നും പറയാനില്ല സാർ. അപ്പോൾ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. അതുപോലെ നിങ്ങൾ എല്ലാവരും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ചാനൽ. കൂടുതൽ വായിച്ച് പഠിക്കുക. അതിനകത്ത് എല്ലാ ക്ലാസ്സിലും അറ്റൻഡ് ചെയ്യാൻ ഒരിക്കൽ കൂടി ഞാൻ അഭ്യർത്ഥിക്കുന്നു. അപ്പം നിർത്താം സാർ എന്നെ. ഓക്കെ, ക്ലോസ് ചെയ്യാം. താങ്ക് യു. താങ്ക് യു. ഞാനിവിടെ ഉണ്ട് കേട്ടോ. അയ്യോ ലഭ്യ സാറുണ്ടോ? സാറൊന്നും പറഞ്ഞില്ലല്ലോ. സാറിന് ഇടയ്ക്ക് കണ്ടില്ലല്ലോ. ഞാൻ കേട്ടോണ്ടിരുന്നത് മതി. ഇല്ല സാർ, സാർ എന്തായാലും ഒന്ന് പറഞ്ഞേ. സാറിന് ഇടയ്ക്ക് ഞാൻ തപ്പിട്ട് ഇല്ല കിട്ടില്ല. അത് വളരെ ഇൻഫോർമേറ്റീവ്. ബാക്കിയുള്ളവരുടെ കമന്റ്സ് ഞാൻ കേട്ടു. ഐ അഗ്രി വിത്ത് ദം. ഒരു സയന്റിഫിക് അപ്രോച്ച് ആണ് ടുവേർഡ്സ് ഇന്നോവേഷൻ. ഐ ആം വെരി ഹാപ്പി ടു നമുക്ക് കൂടി ഒരു ലേണിംഗ് ആയിരുന്നു. അതെ അതെ, നമുക്ക് കൂടി പല കാര്യങ്ങളും മനസ്സിലായി. അതെ. ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു സർ. താങ്ക് യു വെരി മച്ച്. സാറിന് ഞാൻ ഇടയ്ക്ക് ശ്രദ്ധിച്ചിട്ട് കണ്ടില്ലായിരുന്നല്ലോ. ഇല്ല, ഞാൻ ഇടയ്ക്ക് ഉണ്ടായിരുന്നു. ആണോ? കാര്യം വളരെ സീരിയസ് ആയിരുന്നു. നമ്മുടെ ഇന്നത്തെ ചർച്ച ടോക്ക് വളരെ സീരിയസ് ആയിരുന്നു. ഓക്കെ 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 ശരി, ഓക്കെ. ഓക്കെ. ശരി.